മാസമെങ്കിലും വർക്ക്ഷോപ്പിൽ കൊടുത്താൽ വർക്ക്ഷോപ്പിൽ ഷോറൂമിലാണല്ലോ പാർട്സ് വന്നില്ല അത് വന്നില്ല ഇത് നമുക്ക് ഇടിച്ചാലും പ്രശ്നമില്ല ഓടിച്ചിട്ടുണ്ടോ ഒന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിൻ ലൈഫിനെ ബാധിക്കും, വണ്ടി പെട്ടെന്ന് ഇതായി പോകുന്നു പറയും. പക്ഷേ 7 lakhs ആയി വണ്ടി. സ്റ്റിയറിംഗ് ഭയങ്കര ലൈറ്റാണ്, സ്റ്റിയറിംഗ് ഒക്കെ സുഖമായിട്ട് 3 വണ്ടിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അടിപൊളി സ്റ്റിയറിംഗ്. പിന്നെ അത് തന്നെയല്ല, ടാറ്റാക്കാർ ഒളിമ്പിക്സിന് പോയിട്ട് മെഡൽ കിട്ടാതെ പോകുന്നവർക്കൊക്കെ ഓരോ ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ ഇംപ്രഷൻ തോന്നി. അവരുടെ ആ അഡ്വർടൈസ്മെന്റ് ഏതായാലും ഫലിച്ചു അല്ലേ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് മറ്റേത് ഭയങ്കര സർവീസ് കോസ്റ്റ് ആകുമെന്ന് പറഞ്ഞു. അതിന് എത്രയാണ് സർവീസ് കോസ്റ്റ് ആകാറുള്ളത്? ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യയിൽ കുറച്ചധികം ഫാൻ ബേസ് ഉള്ള മറ്റൊരു ഓട്ടോമോട്ടീവ് മാനുഫാക്ചറേഴ്സാണ് ടാറ്റ മോട്ടോഴ്സ് എന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ മാനുഫാക്ചറേഴ്സ് ആയതുകൊണ്ട് ആ രീതിയിലുള്ള ഫാൻ ബേസ് കുറച്ചുകൂടെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ അനേകം വണ്ടികൾ പണ്ട് കാലം മുതലേ നമ്മുടെ ഇന്ത്യൻ റോഡ് ഭരിക്കാറുള്ളതാണ്. കാലത്ത് നമ്മുടെ ഇന്ത്യൻ റോഡ്സ് ഭരിച്ചിട്ടുള്ള ടാറ്റ എസ്റ്റേറ്റും സിയറയും അതുപോലെ ടാറ്റ ഇൻഡിക്കയും ഒക്കെ ആയിട്ട് കുറേ ടാറ്റ വാഹനങ്ങൾ നമ്മുടെ ഇന്ത്യൻ റോഡ്സിലുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം ടാറ്റയുടെ പുതിയ ന്യൂ ജനറേഷൻ വണ്ടികളായിട്ട് ടാറ്റ വീണ്ടും വന്നിരിക്കുന്നു. എന്തായാലും ടാറ്റയുടെ ഒരു സക്സസ്ഫുൾ മോഡലാണ് ഈ ഒരു നടുക്ക് കിടക്കുന്ന ടാറ്റ സഫാരി എന്നത്. അപ്പം ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തിരുന്നു. ടാറ്റ സഫാരി 7 lakhs കിലോമീറ്റർ കവർ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. അപ്പം ഇത് കൂടാതെയുള്ള ടാറ്റയുടെ ഒരു പ്യൂർ ടാറ്റ പ്രേമിയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം അവരുടെ ഇൻഡിക്ക നല്ലതായിട്ട് ഹിറ്റായിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു ഇൻഡിക്ക എന്നുള്ളത്. ടാക്സി പർപ്പസ് ആയിട്ടും അതുപോലെ പേഴ്സണൽ യൂസിനായിട്ടും ഒക്കെ കുറേ ടാറ്റ ഇൻഡിക്കാസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മറ്റ് ബ്രാൻഡ്സിനോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് വീണ്ടും അവർ കുറേ വാഹനങ്ങൾ ഇറക്കി. ടാറ്റ നെക്സൺ ആയിട്ടും അതുപോലെ നമ്മുടെ അൾട്രാസ് ആയിട്ടും പഞ്ചായിട്ടും ഒക്കെ കുറേ വാഹനങ്ങൾ ഇറക്കി. ടാറ്റ പഞ്ചായിരുന്നു ദ മോസ്റ്റ് സെല്ലിംഗ് കാർ ഓഫ് ദ ഇയർ എന്നുള്ളൊരു പദവിയിലേക്ക് കുറച്ച് നാൾ മുമ്പ് കയറിയിട്ടുണ്ടായിരുന്നു. മാരുതിയൊക്കെ മാറ്റിയിട്ട് ടാറ്റ പഞ്ച് ആ ഒരു ഫസ്റ്റ് റാങ്കിലേക്ക് വന്നിരുന്നു. അതുമാത്രമല്ല, നമ്മളൊരു ഇലക്ട്രിക് കാർ, ഒരു സാധാരണക്കാരൻ ഇലക്ട്രിക് കാർ ചൂസ് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യം പോകുന്നത് ടാറ്റ മോട്ടോഴ്സിലേക്കായിരിക്കും. ടാറ്റ നെക്സൺ ഇവിയും അതുപോലെ ടാറ്റ പഞ്ച് ഇവിയും പിന്നീട് ടിയാഗോ ഇവിയൊക്കെ ആയിട്ട് കുറേ ടാറ്റയുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇലക്ട്രിക് കാർസ് ഇന്ന് നമ്മുടെ കേരള റോഡ്സിൽ കാണുന്നതിൽ ഒട്ടുമിക്ക, അതായത് ഒരു 50% മുകളിലും ടാറ്റയുടെ ഇലക്ട്രിക് വാഹനങ്ങളാണ്. പിന്നീട് ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകളും സേഫ്റ്റി നോക്കി വാഹനങ്ങൾ ചൂസ് ചെയ്യാറുണ്ട്. ആ തരത്തിൽ നോക്കുമ്പോഴും ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അവരുടെ ഒട്ടുമിക്ക വണ്ടികളും 5 സ്റ്റാർ സേഫ്റ്റിയോടുകൂടിയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ടാറ്റ അൾട്രോസ്, ഈ പ്രീമിയം ഹാച്ച് ബാക്ക് അൾട്രോസും മുതലായ എല്ലാ വണ്ടികളും 5 സ്റ്റാർ റേറ്റിംഗോടെ അറിയപ്പെടുന്നു. പക്ഷേ മറുവശത്ത് ഇതിൻ്റെ കുറച്ച് നെഗറ്റീവ്സ് നമുക്ക് കേൾക്കാം. ടാറ്റയുടെ റിലയബിലിറ്റിയെ സംബന്ധിച്ചും ടാറ്റയുടെ സർവീസിനെ പറ്റിയും കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ധാരാളം വാർത്തകൾ കേൾക്കാറുണ്ട്. എനിവേയ്സ്, നമുക്ക് ടാറ്റ മാത്രം ഉപയോഗിക്കുന്ന ആ യൂസറിനോട് ചോദിക്കാം ഇത്രയും നാളത്തെ ടാറ്റയുടെ അനുഭവം, അതും 3 വണ്ടികളുടെ അനുഭവം. ഒരു വണ്ടി കൂടെ ഉണ്ടായിരുന്നു, ഒരു ആരിയയുടെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇപ്പോൾ സ്ഥലത്തില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ടാറ്റ ടിയാഗോ, ഏകദേശം 2 ലക്ഷം കിലോമീറ്റർ ആയിട്ടുള്ള ടാറ്റ ടിയാഗോയും അതുപോലെ 7 ലക്ഷം കിലോമീറ്റർ കവർ ചെയ്തിട്ടുള്ള ടാറ്റ സഫാരി ഡൈക്കോർ 3.0യും അതുപോലെ നമ്മുടെ ഒരു ടാറ്റ അൾട്രോസുമായിട്ട് ഒരു കിടിലൻ യൂസർ എക്സ്പീരിയൻസിലേക്ക് സ്വാഗതം. ഒരുമാതിരി കൊച്ചു പിള്ളേരൊക്കെ ഐസ്ക്രീം ഷോപ്പിൽ കൊണ്ടുപോയുള്ള അവസ്ഥയാണ് നമ്മൾ കാർ ഭ്രാന്തന്മാരൊക്കെ ഒരു കാർ അക്സസറി ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ അല്ലേ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് കാസ്റ്റൈലിലാണ്. കാസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എറണാകുളം പാടിവട്ടത്തുള്ളൊരു കാർ അക്സസറി ഷോപ്പാണ്. അതായത് പാടിവട്ടത്തു നിന്ന് നമ്മുടെ വാഴക്കാല പോകുന്ന റൂട്ടിൽ ലെൻസ് കാർഡിൻ്റെയൊക്കെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് പോകുന്ന വഴി കാണാം കാസ്റ്റൈൽ എന്ന് എഴുതിയ നല്ലൊരു വലിയ അക്സസറി ഷോപ്പാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇതിനല്ല, നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഡസ്റ്ററിൻ്റെ സീറ്റ് കവേഴ്സ് ചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഇന്നാളെ വന്നപ്പോൾ ഇവരുടെ സീറ്റ് കവേഴ്സിൻ്റെ വർക്ക്സൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നി. പല ടൈപ്സിലുള്ള കളേഴ്സ്, പല ടൈപ്സിലുള്ള മെറ്റീരിയൽസ്, അത് ഏത് ഡിസൈനിൽ വേണം, അവരുടെ കുറേ ഓപ്ഷൻസ് അവർ കാണിക്കും. അതിൽ ഏത് ഡിസൈൻ വേണമെന്ന് പറഞ്ഞാൽ അവർ ആ ഡിസൈനിൽ നമ്മൾ പറയുന്ന കസ്റ്റമൈസേഷനിൽ അവർ ചെയ്തു തരും. വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ 4 മണിക്കൂറത്തെ പണിയുള്ള അവർ സ്റ്റിച്ച് ചെയ്ത് കുട്ടപ്പനാക്കി തരുന്നതാണ് വണ്ടി. അപ്പോൾ നമ്മൾ ഡസ്റ്റർ കൊടുത്തിട്ടുണ്ട്. 4 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി കിട്ടി കഴിയുമ്പോൾ പറയാം നമ്മുടെ നേരത്തെ ഡസ്റ്റർ ഏത് രീതിയിലായിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. ഓക്കെ,
കാർ സീറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർ സ്റ്റൈലുമായിട്ട് ബന്ധപ്പെടുക. അവരുടെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞല്ലോ, പാടിവട്ടത്ത് നിന്ന് വാഴക്കാല പോകുന്ന റൂട്ടിൻ്റെ ഇടയ്ക്കുള്ളതാണ്. ലെൻസ് കാർഡിൻ്റെ ഓപ്പോസിറ്റ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കാർ സീറ്റാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഫോട്ടോയും കളർ ഓപ്ഷൻസ് ഒക്കെ കാണിക്കും. അതിനുശേഷം ഇങ്ങോട്ട് വന്നാൽ മതിയാവും. ഓക്കെ, സോ നമ്മുടെ ടാറ്റ പ്രേമി എത്തിക്കഴിഞ്ഞു. സയൂജ് ബ്രോ, ഹായ് ബ്രോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ 7 lakhs കിലോമീറ്റർ ഓടിയ സഫാരിയുമായിട്ടൊരു കിടിലൻ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. വീണ്ടും നമ്മൾ മറ്റുള്ള ടാറ്റ വണ്ടികളുമായിട്ട് വീണ്ടും വന്നിരിക്കുന്നു. അത് എല്ലാം കൂടെ ഇടാനുള്ള സാഹചര്യം ഇല്ലാഞ്ഞുകൊണ്ടാണ് നമ്മൾ അന്ന് ഇടാനൊന്നും നമ്മൾ പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ടാറ്റയുടെ മൊത്തം വണ്ടികളും കൊണ്ടുവരാൻ പറ്റിയില്ല. ഒരു വണ്ടിയിലുണ്ട് അല്ലേ, ആര്യയോടുണ്ട്, കൊണ്ടുവരായിരുന്നു. ഫാമിലി വണ്ടി തന്നെയാണ്, പക്ഷെ അത് ഇപ്പം ഇല്ല. അതിപ്പോൾ കറൻ്റ്ലി വേറെ അടുത്ത് പോയി കാണും. എന്തായാലും നമ്മൾ 3 വണ്ടികൾ ഇട്ടായിട്ട് ചെയ്യുന്നു. അപ്പം ടാറ്റയുടെ വാഹനങ്ങൾ മാത്രം സ്വന്തമാക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അറിയേണ്ടത്. എന്താണ് ടാറ്റയുടെ ഇത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നു, അതിനുശേഷം വീണ്ടും അടുത്ത ടാറ്റ എടുത്തു, അടുത്ത ടാറ്റ വീണ്ടും സ്വന്തം വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന വണ്ടികളാണ്. കോസ്റ്റ് നമുക്ക് ആ ഒരു ചീപ്പ് റേറ്റ് വണ്ടി കിട്ടുന്നുണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ വേറെ ഏത് ബ്രാൻഡ് കമ്പയർ ചെയ്താൽ നമുക്ക് ഈ ഒരു ബോഡി ക്വാളിറ്റി വെച്ചിട്ട് ഈ റേറ്റ് വേറെ വണ്ടി കിട്ടുന്നില്ല. അല്ലെ പിന്നെ പ്രീമിയം വണ്ടികളിലോട്ട് പോകണം. സേഫ്റ്റി ഇപ്പം ഒന്നാമത് ഇപ്പോൾ റോഡ് നിറച്ച് വണ്ടികൾ എപ്പോൾ ആക്സിഡന്റ് ആവുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിൽ അങ്ങനെ പോകുന്നത്. സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്ന സേഫ്റ്റി കിട്ടുന്ന, മാക്സിമം സേഫ്റ്റി കിട്ടാവുന്ന വാഹനങ്ങൾ ടാറ്റ ആയതുകൊണ്ടാണ് ടാറ്റ ചൂസ് ചെയ്യാറുള്ളത്. ടാറ്റ അതുകൊണ്ടാണ് ടാറ്റ ചൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ ആണല്ലോ നമുക്ക് ഈ സഫാരിയുടെ ഇപ്പോഴും ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ്. അതൊന്നും ഇപ്പോഴും മാറില്ല. എത്ര വർഷം പഴക്കമുള്ള വണ്ടിയാണ് ഇത്? 17 years ആയി. അന്നും ഇതിന് പവർ വിൻഡോ ഉണ്ടായിരുന്നു. ഇന്റീരിയറിൽ ആ ക്ലോക്ക് വരുമല്ലോ, ഞാൻ വിട്ടു. മറ്റേ നമ്മൾ അന്നത്തെ വീഡിയോയിൽ എടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഒരു പ്രീമിയം ഫീച്ചർ. അത് റോൾസ് റോയ്സിന്റെ ഒക്കെ വരുന്ന അതേപോലത്തെ ഒരു ഫീച്ചറാണത്. അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ഡോറിൽ മറ്റേ റെഡ് ലൈറ്റ് വരുന്നുണ്ട്. ഈ പറഞ്ഞ നമ്മൾ ഡോർ തുറന്നിട്ട് കഴിഞ്ഞാൽ രാത്രിയിലൊക്കെയാണ് വണ്ടിക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം ഈ റെഡ് ലൈറ്റ് ഉള്ളതുകൊണ്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഒരുപാട് വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യം മാത്രമല്ല, ഇപ്പം ആ റെഡ് ലൈറ്റ് വെച്ചേക്കുന്ന വേറൊരാൾ വരുമ്പോൾ അയാൾക്ക് ആക്സിഡന്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. മറ്റുള്ളവരുടെ കാര്യത്തിലും ടാറ്റ നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി അതിപ്പോൾ നമ്മൾ ഇത് ഒരുപാട് തവണ ഫ്രണ്ട് ആക്സിഡന്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ഒരുപാട് തവണ ആക്സിഡന്റ് ആയിട്ട്. അപ്പോൾ ഈ എത്ര തവണ ആക്സിഡന്റ് ആയിട്ടും ഇതിന്റെ ബമ്പറിന് പോലും അങ്ങനെ ഡാമേജ് വന്നിട്ട് നമ്മൾ ബമ്പർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഇത് മറ്റേ 2 മറ്റേ അപ്ഗ്രേഡഡ് വേർഷന്റെ ബമ്പർ ഇപ്പോൾ കയറ്റിയിരിക്കുന്നത്. പക്ഷേ അന്ന് ഇടിച്ച വിടും ബമ്പറിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ആ സ്ക്രാച്ചസ് മാത്രമല്ല. അതിൽ ഇന്നോയുടെ ബാക്ക് ബമ്പർ പോയിട്ടുണ്ട്. ഇന്നോയുടെ ബാക്ക് ഇടിച്ച് ഡിക്കി ഡോറ് ബാക്ക് ബമ്പർ പോയിട്ടുണ്ട്. അതുപോലെ പോയിട്ടുണ്ട്. പിന്നെ ഫിയറ്റ് ലിനിയയുടെ അത് കോട്ടയത്ത് വെച്ച് ഇടിച്ച അവിടെ ഡിക്കി അകത്ത് കയറിപ്പോയി. ഈ വണ്ടിക്കൊന്നും പറ്റിയതുമില്ല. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ആക്സിഡന്റ് ആയിട്ടുണ്ട് ഒരുപാട് തവണ. പക്ഷെ വേറൊരു ബിൽഡ് വണ്ടിയായിരുന്നു. നമുക്ക് അതിനിടെ റേഡിയേറ്റർ പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അറിയാലോ, മാരുതിയുടെ വണ്ടികളുടെ റേഡിയേറ്റർ പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഇതുണ്ട്, പല ഇതുണ്ട്. ഈ പറഞ്ഞ പോലെ ഇതില് നോർമലി അങ്ങനെയുള്ള പ്രശ്നം വരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഇടിച്ചാലും നമുക്ക് വണ്ടി നോർമലി വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നാക്കാനായിട്ട് ഒരു മാസമെങ്കിലും വർക്ക്ഷോപ്പിൽ കൊടുത്താൽ, വർക്ക്ഷോപ്പിൽ ഷോറൂമിലാണല്ലോ പാർട്സ് വന്നില്ല, അത് വന്നില്ല, ഇത് നമുക്ക് ഇടിച്ചാലും പ്രശ്നമില്ല, ഓടിച്ചിട്ടുണ്ടോ ഒന്നും പറ്റത്തില്ല. ഇടിച്ചാലും ഒരു പ്രശ്നമില്ല, ഒന്നും പറ്റത്തില്ല. അപ്പൊ പിന്നെ അതേപോലെ ഇടിച്ചാലും വണ്ടി ഓടിച്ചിട്ടുണ്ടോ, ഇടി കൊണ്ടവന്റെ കാര്യം നോക്കിയാൽ മതി, നമുക്ക് വേറെ നോക്കണ്ട. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ടാറ്റ ചൂസ് ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം. ഇപ്പോൾ വീണ്ടും ടിയാഗോ സ്വന്തമാക്കിയിട്ട് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ട്? ടിയാഗോ എടുത്തിട്ടൊരു 5 years ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് ഓരോ വണ്ടിയിൽ പോയാൽ അതല്ലേ കുറച്ചുകൂടെ ബെറ്റർ. ടിയാഗോയുടെ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഷോർട്ടായിട്ട് നമ്മളൊന്ന് പറയാം. അപ്പോൾ നമ്മൾ 2 ലക്ഷം കിലോമീറ്റർ ആകാറായിട്ടുള്ള ടിയാഗോയെ പറ്റി സെപ്പറേറ്റ് എന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചാണ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. ബ്രോ, ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മൊത്തത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ടിയാഗോ 1,80,000 സംതിങ് കിലോമീറ്റർ ആയിട്ടുണ്ട്. 2 ലക്ഷം കിലോമീറ്റർ ആകാറായി, 82 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പം ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ലോങ് ഡ്രൈവ് കംഫർട്ടിൽ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ സിറ്റി ഡ്രൈവിൽ എങ്ങനെയുണ്ട് അതിൻ്റെ? സിറ്റി ഡ്രൈവ് ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. AMT ഗിയർ ബോക്സ് ആണ്, AMT ആണ് വരുന്നത്. ഈ പറഞ്ഞ പോലെ ലോങ് പോകുമ്പോഴത്തേക്കാണെങ്കിലും നമുക്ക് ആക്സിലേറ്റർ ബ്രേക്ക് ആ ഒരു മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. അതുകൊണ്ട് അതിൻ്റെ ഒരു കംഫർട്ട് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇത്രയും കിലോമീറ്റേഴ്സ് ആയ പിന്നെ ഇതിന് കുറച്ച് നോയ്സിയാണ് വണ്ടി. അതിപ്പോൾ ടൈമിങ് ഇതൊക്കെ മാറിക്കഴിയുമ്പോൾ ഓക്കെ ആവുമെന്നാണ് മെക്കാനിക്ക് പറഞ്ഞത്. അത് 2 lakh ആകുമ്പോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. സർവീസിന്റെ ഇതുണ്ട്, സ്റ്റിയറിങ്ങിന് ഒരു ചെറിയ ഇത് വരുന്നുണ്ട്. അത് ഈ സൈഡിൽ ലോവറാൻ പോയിരിക്കുകയാണ്, അതൊന്ന് പറഞ്ഞു. പിന്നെ സ്റ്റിയറിംഗ് ബോക്സിന് ചെറിയൊരു അടിപ്പുണ്ട്, അതൊന്ന് ലേത്തി കൊടുത്ത് ചെയ്യാനുണ്ട്. സസ്പെൻഷൻ ഒന്ന് ഓവറോൾ ചെയ്യണം, ഫ്രണ്ട് സസ്പെൻഷൻ. ഇതിന് ബാക്ക് സസ്പെൻഷൻ വരുന്നില്ലല്ലോ, ഫ്രണ്ട് സസ്പെൻഷൻ ഉള്ളു, അതൊന്ന് ഓവറോൾ ചെയ്യണം. അത് മാത്രമല്ല, അങ്ങനെ ചെറിയ പണികളുള്ളൂ ഇത്രയും കിലോമീറ്റർ ആയിട്ട്. നോർമലി എല്ലാ വണ്ടിക്കും ചെയ്യുന്ന പണികളാണ്. ഇത് 2019 ജനുവരിയാണോ 18 ജനുവരിയാണോ അങ്ങനെ എന്തോ ആണ്.
5 വർഷം ആവുന്നുള്ളൂ. 5 വർഷം ആയിട്ടില്ല. 19 ജനുവരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോഴത്തേക്ക് 1,80,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പം ഇത് അന്ന് എടുത്തപ്പോൾ എത്ര ആയിരുന്നു ഓൺ റോഡ് പ്രൈസ്? 7 lakh ആയിരുന്നു. 7 lakhs AMT Tiago കിട്ടി, ഓട്ടോമാറ്റിക് വണ്ടി കിട്ടി. ബേസ് ഫുൾ ഓപ്ഷൻ്റെ ജസ്റ്റ് ബിലോ ഫുൾ ഓപ്ഷൻ. നമ്മൾ ഗിയർ മാനുവലി എടുക്കുമായിരുന്നെങ്കിൽ ഫുൾ ഓപ്ഷൻ്റെ റേറ്റ് ആയിരുന്നു അത്. കാരണം ഇത് AMT വരുമ്പോഴത്തേക്ക് ഫുൾ ഓപ്ഷൻ്റെ റേറ്റ് വരും. വെച്ച് കഴിഞ്ഞാൽ മാനുവൽ ഗിയർ ബോക്സിന്റെ ഫുൾ ഓപ്ഷൻ റേറ്റ് വരില്ല. ആ റേറ്റിലാണ് ഇത് വന്നത്. ഇത് കിട്ടിയേക്കുന്നത് പറഞ്ഞായിരുന്നു. പക്ഷേ ഓട്ടോമാറ്റിക് തന്നെ വേണം. അന്ന് ഓട്ടോമാറ്റിക് വേണമെന്ന് നോക്കിയപ്പം ഏതൊക്കെ വണ്ടിയിലോട്ട് പോയിട്ടാണ് ഇത് വന്നത്? അതോ നെക്സോൺ പോയായിരുന്നു. നെക്സോൺ ഒക്കെ, അതായത് ടാറ്റ വിട്ട് കളിച്ചില്ല? ഇല്ല, ടാറ്റ തന്നെ. നമ്മൾ വേറെ വണ്ടി നോക്കിയിട്ടില്ല, ടാറ്റയുടെ മാത്രമേ നോക്കിയിട്ടുള്ളൂ. നെക്സോണിനാണ് നോക്കിയത്. നെക്സോൺ നോക്കി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അത് ഓടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇതായിരുന്നു ഓടിക്കാൻ നോക്കിയിട്ട് എളുപ്പം. അങ്ങനെ ഇത് യൂസ് ചെയ്തത്. അങ്ങനെയാണ് ഇതെടുത്തത്. പിന്നെ ഇതിൽ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ സൈഡ് മിററിന്റെ കാര്യത്തിൽ എങ്ങനെയൊക്കെ ഇടിച്ചാലും ഇത് ഫ്രണ്ടോട്ടും പോകും പുറകോട്ടും പോകും. ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടിക്കാരൻ വന്ന് തട്ടിയാലും അകത്തോട്ട് മടങ്ങിയിരിക്കും. അവിടെ നിന്ന് ഒരാൾ ഇങ്ങനെ വന്ന് തട്ടിയാൽ ഫ്രണ്ടിലോട്ട് മടങ്ങിയിരിക്കും. പൊട്ടത്തില്ല. എങ്ങനെ അടിച്ചാൽ എത്ര മിററിൽ സ്ക്രാച്ചസ് നോക്കി അറിയാം. എത്ര തവണ അടിച്ചിട്ടുണ്ട്, പൊട്ടത്തില്ല. പിന്നെ ഇനി പൊട്ടിയാലേ ഉള്ളൂ. അങ്ങനെ പൊട്ടത്തൊന്നുമില്ല. കാരണം സ്ട്രോങ് ആണ്. കാരണം ഞാൻ ടിയാഗോയുടെയും ഗ്രൂപ്പിലുണ്ട്. അതിലും ഇതുപോലെ അങ്ങനെ മിറേഴ്സിനൊന്നും ആർക്കും കംപ്ലൈന്റ് വന്നിട്ടില്ല. പിന്നെ ഇടിച്ച് ഡോർ ഇപ്പോഴൊക്കെ പോകുമ്പോഴാണ് മിറേഴ്സ് കൂടുതലും പോയേക്കുന്നത്. അല്ലാണ്ട് ആർക്കും അങ്ങനെ കംപ്ലൈന്റ് കണ്ടിട്ടില്ല. പിന്നെ പോസിറ്റീവ് ആയിട്ട് മൈലേജ് കുഴപ്പമില്ല. അറൗണ്ട് ഇതിൽ കിട്ടിയിട്ടുണ്ട് 22 വരെ കിട്ടിയിട്ടുണ്ട്. ഒരു തവണ നമുക്ക് മീറ്ററിൽ 29 കാണിച്ചിട്ടുണ്ട്. അന്നേരം 25 കിട്ടിയായിരുന്നു. അതായത് ടാങ്ക് ടു ടാങ്ക് ആണ് ഫ്യൂൽ എഫിഷ്യൻസി ചെക്ക് ചെയ്യുന്നത്. അതെ, ടാങ്ക് ഒരു തവണ 2 തവണയൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 29 ഗേജിൽ കാണിച്ചപ്പോൾ 22 23 ആണ് കിട്ടിയത്. 23 അല്ല 25 ആ റേഞ്ച് കിട്ടി. 29 കാണിച്ചപ്പോൾ 25 റേഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 25 കിട്ടിയിട്ടുണ്ട്. 25 എടുത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫോണിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അങ്ങനെ കാണിച്ചു. പക്ഷേ ഇതിൽ ആക്യുറേറ്റ് ആവത്തില്ലല്ലോ. അതിപ്പോൾ ഒരു വണ്ടിയുടെ വ്യത്യാസം 4ന്റെ ഒക്കെ വ്യത്യാസം എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. പൊതുവെ എത്ര റേഞ്ച് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടാറുണ്ട്? നോർമലി ഇപ്പം എനിക്ക് 15 ഒക്കെ കിട്ടത്തുള്ളൂ. സിറ്റി കമ്പൈൻഡ് ആണോ? സിറ്റി ഹൈവേ കമ്പൈൻഡ് ആണോ? സിറ്റിയിൽ ഈ പറഞ്ഞ പോലെ 10, 12, 13. അപ്പോൾ ഹൈവേ പോകുമ്പോഴത്തേക്ക് 15, 16, 17, 18 ആ ഒരു റേഞ്ച് മാറിയിരിക്കും. 15, 16, 17, 18 ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ട്രാഫിക് കണ്ടീഷൻസ് അനുസരിച്ച്. ഇപ്പം ഞാൻ പറഞ്ഞ ആക്സിൽ മാറാൻ വേണ്ടി ആക്സിൽ കംപ്ലൈന്റ് ആയപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ട് പോയിട്ട് തന്നെ എനിക്ക് 17 കിട്ടിയായിരുന്നു. ആക്സിൽ കംപ്ലൈന്റ് ആയി തിരിച്ചു വന്നപ്പോൾ അതിൽ കൂടുതൽ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഈ വണ്ടി എടുത്തപ്പോൾ കിട്ടുന്ന അതേ മൈലേജ് ഇതിൽ കിട്ടിയിട്ടുണ്ടോ ഇപ്പോഴും? ആ കണ്ടീഷൻ അല്ലല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞത്. അന്നത്തെ കണ്ടീഷനിൽ അന്നത്തെ മൈലേജ് കൂടുതലായിരുന്നു. അന്നത്തെ മൈലേജ് കൂടുതലൊന്നും നമ്മൾ മൈലേജ് നോക്കാറില്ല. നോർമലി അങ്ങനെ നോക്കാറില്ല. എപ്പോഴും 500 രൂപയ്ക്ക് അടിച്ചു. അങ്ങനെ മറ്റേ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും 100 രൂപയ്ക്ക് അടിക്കാറില്ല, അതുകൊണ്ട് വില കൂടുന്നത് എന്നെ ബാധിക്കില്ല. അതുപോലെ അങ്ങനെ നോക്കണേ. ഇപ്പൊ 3 വണ്ടിയിലും അങ്ങനെ തന്നെയാ. മൈലേജ് നോക്കാറൊന്നുമില്ല. ഇതിലാണെങ്കിൽ സഫാരിലാണ് 1000 രൂപയ്ക്ക് അടിക്കും. കാരണം അതേ നടക്കുള്ളൂ അതിൽ. അല്ലെങ്കിൽ 800 രൂപയ്ക്ക് അടിക്കും. സഫാരിലാണ്, ഡീസലാണ്. അല്ലെ മോസ്റ്റ്ലി 8 ലിറ്ററാണ് അടിക്കുന്നത്. അതിൽ ചില സമയത്ത് 3 ലിറ്ററൊക്കെ അടിക്കും, 3 ലിറ്ററൊക്കെ അടിക്കും. ചുമ്മാ ജസ്റ്റ് ഗേജ് അനങ്ങുമെന്നൊക്കെ അറിയാം. 3 ലിറ്റർ അടിച്ച് അനങ്ങുമെന്ന് പറയുമ്പോൾ ജസ്റ്റ് ലോക്കലൊക്കെ പോകണം. ഒരു 3 കിലോമീറ്ററൊക്കെ പോകണം, 5 കിലോമീറ്ററൊക്കെ പോകണം, 300 രൂപയ്ക്ക് അടിച്ചിടും. അങ്ങനെ അടിക്കത്തുള്ളൂ. പിന്നെ ലോങ് ഒക്കെ പോകണം 1000 രൂപ 2000 രൂപ റേഞ്ചിൽ അടിക്കും. അപ്പോൾ മേടിച്ച സമയത്തിനെക്കാട്ടിൽ എന്തായാലും ഇത്രയും കിലോമീറ്റർ ആയപ്പോൾ വണ്ടിയുടെ പെട്രോൾ വണ്ടിയുണ്ട് അങ്ങനെ ഒരു വ്യത്യാസമൊന്നും വന്നിട്ടൊന്നുമില്ല. അതുപോലെ പവറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം? പവറിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടൊന്നും ഇല്ല. ആ വണ്ടി പുതുമയുള്ള ആ ഒരു പവർ തന്നെ എപ്പോഴും കിട്ടുന്നുണ്ട്. ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ഇപ്പോൾ വണ്ടി നിർത്തിയിട്ട് അടിക്കുകയല്ലേ. വണ്ടി നിർത്തിയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് അങ്ങ് എടുക്കുമ്പോഴത്തേക്ക് വണ്ടിക്ക് പവർ കുറവാണ്. അതിപ്പോൾ പറഞ്ഞില്ല, സ്റ്റാർട്ടിങ് ഒരു പവർ, പക്ഷേ വണ്ടി കയറിയാൽ പിന്നെ കൊടുക്കാത്ത പവർ. സ്പോർട്സ് മോഡ് ഉണ്ട് ഈ വണ്ടിക്ക്. അത് സ്പോർട്സ് മോഡ് കണ്ടില്ല? സ്പോർട്സ് മോഡ് സ്പോർട്സ് മോഡ് ഇടുമ്പോൾ എക്സോസ്റ്റിൻ്റെ നോട്ട് ചെറിയൊരു വ്യത്യാസം വരും. അല്ല അത് പക്ഷെ എനിക്ക് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ടിയാഗോ JTB എന്ന് പറഞ്ഞില്ല, JTB ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. പക്ഷെ അത് അത്ര ഒന്നും വരുന്നില്ല. എന്നാലും ചെറിയ സ്പോർട്സ് മോഡ് ചെറിയൊരു സൗണ്ട് വ്യത്യാസം വരുന്നുണ്ട്. അതൊരു ചെറിയൊരു വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്കൊരു കേൾക്കുമ്പോൾ ഒരു സുഖം, മനസ്സുഖം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എത്ര കിലോമീറ്റർ ലോങ് ബ്രോ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്? എത്ര കിലോമീറ്റർ? ഞാനിപ്പോൾ തൃശ്ശൂർ ട്രിവാൻഡ്രത്തൊക്കെ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിൽ കിട്ടുന്ന ഒരു കംഫർട്ട് എങ്ങനെയുണ്ട്? മീൻസ് ഹൈ സ്പീഡിലുള്ള സ്റ്റെബിലിറ്റി? എഞ്ചിൻ നോയ്സ് ഉണ്ട്. കാരണം 3 സിലിണ്ടർ എഞ്ചിനാണ്. എഞ്ചിൻ നോയ്സ് നമുക്ക് ക്യാബിനിലോട്ട് സൗണ്ട് കയറും. ഒരു 100 കഴിഞ്ഞാൽ പിന്നെ ക്യാബിനിൽ സൗണ്ട് കയറും. പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണ് നമുക്ക് കുഴപ്പമില്ല, പക്ഷേ ബാക്കിയുള്ളവർക്ക് വരുമ്പോൾ പേടി വരും. ചിലർക്ക് ബാക്കി ഇരിക്കുന്നവർക്കൊക്കെ പേടി വരും. അപ്പോൾ നമ്മൾ പിന്നെ സ്പീഡ് കുറയ്ക്കും. 80 വണ്ടി കംഫോർട്ടാണ്. ഒരു 60 to 80 വണ്ടി കംഫോർട്ട് ലെവലാണ്. നമുക്ക് ഓടിക്കാം, കുഴപ്പമില്ല. പിന്നെ കമ്പയർ ചെയ്യുമ്പോൾ ജർമ്മൻ വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര സുഖമൊന്നും കിട്ടത്തില്ല. എന്നാലും കുഴപ്പമില്ല വണ്ടി. അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ടയർ എത്ര പ്രാവശ്യം മാറിയിട്ടുണ്ട് ഈ ഒരു 1.8 കിലോമീറ്ററിൽ?
3 തവണയാണെന്ന് തോന്നുന്നു. 3 തവണ മാറിയിട്ടാണ്. കമ്പനി ടയർ ബ്രിഡ്ജ് സ്റ്റോൺ ആയിരുന്നു. അത് നല്ലപോലെ ലാസ്റ്റ് ചെയ്തു. ഒരു 70,000 അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് ശരി. അത്രയും കാരണം അത് അന്ന് നമ്മൾ പ്രോപ്പറായിട്ട് വീൽ അലൈൻമെന്റ് ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ വീൽ അലൈൻമെന്റ് ഒന്നും ചെയ്യത്തില്ല. ഇപ്പോൾ ഇടുന്നത് മറ്റേ ഗുഡിയറിന്റെ ആണെന്ന് തോന്നുന്നു, കെല്ലി എന്ന് പറഞ്ഞ ഭയങ്കര മൈലേജ്, അത് മീൻസ് ടയർ മൈലേജ് കൂടുതൽ കിട്ടുന്ന ടയറാണ് പറയുന്ന കേട്ട്. ഈ ടയർ ഇറക്കാർ പറയുന്നത് നമുക്കറിയത്തില്ല. പിന്നെ ചീപ്പ് ഇതാണ് അങ്ങനെ മാറിയിടുന്നത്. ഓക്കെ. അലോയ്സ് ഇല്ല. അലോയ്സ് ഇല്ലാത്തതിന്റെ ഒരു അലോയ്സ് വരുമ്പോൾ മൈലേജ് കൂടുതൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. വെയിറ്റിന്റെ കുറവുണ്ട്. പിന്നെ കംഫർട്ടും കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതിൽ എനിക്ക് അനുഭവം സഫാരിയിൽ നമുക്ക് 16 വർഷത്തോളം അലോയ് വീൽ ഇല്ലായിരുന്നു വണ്ടിയിൽ. അത് കഴിഞ്ഞ് 17ാമത്തെ വർഷമാണ് കമ്പനി അലോയ്സ് ഞാൻ മേടിച്ചിട്ട്. കമ്പനി അലോയ്സ് 17ാമത്തെ വർഷമാണ് വ്യത്യാസം വന്നു. അച്ഛന് വരെ വ്യത്യാസം തോന്നി. അച്ഛന് ശരിക്കും വ്യത്യാസം തോന്നി. കാരണം സ്റ്റിയറിംഗിന്റെ കംഫർട്ട് ലെവൽ ശരിക്കും വ്യത്യാസം വന്നു. കാരണം ഈ 16 വർഷം യൂസ് ചെയ്തിട്ട് 17ാമത്തെ വർഷം യൂസ് ചെയ്തപ്പോഴത്തേക്ക് സ്റ്റിയറിംഗിന് കംഫർട്ട് കൂടി, മൈലേജിലും വ്യത്യാസം വന്നു. 2 കിലോമീറ്റർ 2 മൈലേജ് കൂടി. രണ്ടിന്റെ വ്യത്യാസം ശരിക്കും വന്നു. ടാങ്ക് ടു ടാങ്ക് അടിച്ചപ്പോഴാണ് മനസ്സിലായത്. രണ്ടിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിന് 2 എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. ആകെപ്പാടെ 15 കിട്ടുന്നത്. 15 മാക്സിമം ആണ്. 14 കൂടുതലും കിട്ടിയിരിക്കുന്നത്. ഈ സിറ്റിയിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് 8 to 10 ഒക്കെയാണ് കിട്ടുന്നത്. അത് 8 ആണ് മാക്സിമം. പ്രോബബ്ലി 8 ആണ് കിട്ടാറുള്ളത്. അലോയ് മാറ്റിയപ്പോൾ നമുക്ക് വ്യത്യാസം വന്നു. അലോയ് മാറ്റുമ്പോൾ ഇങ്ങനൊരു വ്യത്യാസം നിങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കമ്പനി അലോയ് ഇട്ടപ്പോഴാട്ടോ ഞാൻ പറഞ്ഞത്. നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഇട്ടാൽ കിട്ടത്തില്ല. കമ്പനി അലോയ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പം ടിയാഗോയിലെ ഇന്റീരിയർ കംഫർട്ട് മീൻസ് യാത്രാസുഖം, ബാക്കിലെ ബോഡി റോളോ അല്ലെങ്കിൽ കൂടിയിരിക്കുന്നവർക്ക് എങ്ങനെയുണ്ട്? ഞാൻ ബാക്ക് ചെയ്ത് അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല, അറിയില്ല. ചെയ്തിട്ടുണ്ട്. അത് പണ്ട് ലൈസൻസ് ഇല്ലാത്ത ടൈമിലാണ്. നമുക്ക് ഉറങ്ങാനൊക്കെ സുഖമാണ്. വലിയ കുഴപ്പമില്ല. എന്നാലും ഇതിന് സഫാരിയുടെ കംഫോർട്ട് ഇല്ല. അത് ശരി, സഫാരിയുടെ കംഫോർട്ട് ഇല്ലെന്ന്. അല്ല, അതാണ് ചോദിച്ചത്. SUV-യുടെ കാട്ടി കുറവാണ് ഇതിന് കംഫോർട്ട്. സഫാരിയുടെ കംഫോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊരു ദിവാങ്കോട്ട് ഇട്ടിട്ട് നമ്മൾ അതിൽ കിടന്നുറങ്ങുന്ന സീറ്റ്. ബാക്ക് സീറ്റ് എന്ന് പറഞ്ഞാൽ കംഫോർട്ട് ലെവൽ വേറെ ലെവലാണ്. ഇന്നോവയിലും കിട്ടിയില്ല, എനിക്കത് ഫോർച്യൂണറിലും കിട്ടിയില്ല. ബാക്ക് ലെവൽ സീറ്റ് കംഫോർട്ട് വേറെ ലെവലാണ്. അതാണ് ആ വണ്ടിയുടെ ഹൈലൈറ്റ്. ബാക്ക് ലെവൽ സീറ്റ് ഇരുന്ന് നമുക്ക് ഉറങ്ങാം, കിടക്കാം, വേണേൽ ചായ കുടിക്കാം, ഫുഡ് കഴിക്കാം. പിന്നെ ഈ പറഞ്ഞ കുഴിയുള്ള റോട്ടിൽ കൂടെ ഓടിച്ച് നടക്കത്തില്ല. നമ്മൾ പ്ലെയിൻ റോഡിൽ കൂടെ സുഖമായിട്ടിരിക്കാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്, അങ്ങനെ കഴിക്കും, കുഴപ്പമില്ല, നല്ല രസമാണ്. പിന്നെ സീറ്റ്സ് ഒക്കെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി സീറ്റ്സ് 2012 വണ്ടിയുടെ സീറ്റാണ് വണ്ടിയിരിക്കണം. പഴയ 2006 അതിന്റെ സീറ്റ് ഞാൻ എടുത്ത് മാറ്റി. മൊത്തം ആ സീറ്റ് കളഞ്ഞിട്ട് പുതിയ സീറ്റ് കയറ്റി ചെയ്തു. 2012 വണ്ടി സ്ക്രാപ്പ് വന്നപ്പോൾ അതിന്റെ സീറ്റ് കംപ്ലീറ്റ്ലി എടുത്ത് ഇതിലോട്ട് കയറ്റി. അപ്പോൾ അതൊക്കെയാണ് ടിയാഗോയുടെ പോസിറ്റീവ്സ് പറയാനുള്ളത്. ഇനി നമുക്ക് അൾട്രോസിലേക്ക് പോകാം. അൾട്രോസിന്റെ കാര്യങ്ങൾ കേൾക്കാം. ടാറ്റ അൾട്രോസ് 5 സ്റ്റാർ റേറ്റിംഗോടുകൂടി ഇന്ത്യൻ മാർക്കറ്റിൽ ഭയങ്കര ഒരു കോളിലൊക്കെ സൃഷ്ടിച്ചൊരു വണ്ടിയാണ് അൾട്രോസ് എന്നുള്ളത്. ഒരു പ്രീമിയം ഹാച്ച് ബാക്ക്. നെക്സോൺ കഴിഞ്ഞ് 5 സ്റ്റാർ റേറ്റിംഗ് വന്നൊരു, അതൊരു ഹാച്ച് ബാക്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് പ്രീമിയം ഹാച്ച് ബാക്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന നിലവിൽ ഡീസൽ ഹാച്ച് ബാക്കിൽ ഡീസൽ വേരിയന്റ് അവൈലബിൾ ഉള്ളത് ഇതിന് മാത്രമേ ഉള്ളൂ. ഇത് പെട്രോൾ വേരിയന്റാ. ഞാൻ അൾട്രോസിന്റെ കാര്യം എന്ന് പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെ ഡീസൽ വേരിയന്റിന് ഭയങ്കര പവറാണ്. അതെ അതെ. കാരണം മറ്റേ ഞാനത് ഡ്രൈവ് ചെയ്ത് നോക്കിയാണ്, ടെസ്റ്റ് ഡ്രൈവ് വണ്ടി നോക്കിയത്. കൊള്ളാം, നല്ല വ്യത്യാസമുണ്ട്, നല്ല പവറുണ്ട്. പക്ഷെ അതിന് ചിലർ എന്തോ ഫോൾട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് അറിയത്തില്ല, അത് ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്തായാലും നമ്മൾ ടിയാഗോയുടെ കുറച്ച് ഗുണങ്ങൾ ബ്രോയ്ക്ക് തോന്നിയത് പറഞ്ഞല്ലോ, അതുപോലെ അൾട്രോസിന്റെ കുറച്ച് ഗുണങ്ങൾ തോന്നിയത് കൂടെ നമുക്കൊന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. അൾട്രോസിന്റെ ആദ്യം 5 സ്റ്റാർ തന്നെ പറയാം. നമുക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിന്റെ 5 സ്റ്റാർ റേറ്റിംഗ്. പിന്നെ സ്റ്റിയറിംഗ് ആണ് നമുക്ക് സ്മൂത്ത് ആണ്, കംപ്ലീറ്റ്ലി സ്മൂത്ത് ആണ്. കാരണം ഈ ഇപ്പോൾ നമ്മൾ നോർമലി നിർത്തിയിട്ട് തിരിക്കുമ്പോഴാണെങ്കിലും വണ്ടി റണ്ണിങ് പോകുമ്പോൾ നമുക്ക് നല്ല സ്മൂത്താണ്. ജസ്റ്റ് ലൈറ്റായിട്ട് നമ്മുടെ അതൊരു ജർമ്മൻ വണ്ടികളുടെ ഒരു ഫീൽ തന്നെയാണ് സ്റ്റിയറിംഗിന് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മറ്റേ ആൻഡ്രോയിഡ് ഓട്ടോ ആണ് വന്നേക്കുന്നത്, അതുകൊണ്ട്. പിന്നെ ആംറസ്റ്റ് വന്നിട്ടുണ്ട്. ആംറസ്റ്റ് ലോങ് ഡ്രൈവിന് ഭയങ്കര അത്യാവശ്യം യൂസ്ഫുൾ ആണ് ആ സാധനം. അത് വേണം. ടിയാഗോയിൽ ആംറസ്റ്റ് ഇല്ല, സഫാരിയിലുണ്ട്. ആവശ്യമാണ്. കാരണം ആംറസ്റ്റ് ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണത്. നമ്മൾ ഹാൻഡ് ബ്രേക്കിന് മേളിൽ എങ്ങനെ പിന്നെ ഇടയ്ക്ക് കുപ്പി എടുത്ത് വെക്കും. മിനറൽ വാട്ടറിന്റെ കുപ്പി എടുത്തിട്ട് അതിന്റെ മേളിൽ കൈ വെച്ചാണ് വെക്കുന്നത്. സേഫ് അല്ല എന്നാലും അങ്ങനെ വെക്കും. പക്ഷെ അതിനോട് ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ബോട്ടിൽ ഹോൾഡറിലാണ് ഇത് ഇരിക്കുന്നത്. എന്നാലും സേഫ് അല്ല, എന്നാലും വെസ്റ്റിങ്ങിന് വെക്കും. വെച്ചാണ് ലോങ് പോകുമ്പോൾ വെച്ചിട്ടുണ്ട് അങ്ങനെ. പിന്നെ ഇതിന് അതുപോലെ തന്നെ ഇതിന്റെ ഇന്ത്യയിലുള്ള ആംബിയൻ ലൈറ്റ് വന്നിട്ടുണ്ട്. കമ്പനിയായിട്ട് പ്രീമിയം ഹാച്ച് ബാക്ക് കാറ്റഗറിയിൽ വന്ന അതുകൊണ്ടാണ് ആംബിയൻ ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ ആൻഡ്രോയിഡ് ഓട്ടോയുടെ ഒരു ഇത് വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ കിട്ടും. വയർലെസ് ഉണ്ട് നമുക്കിതിൽ. അതുപോലെ ഇത് ഏത് ഇയർ ആയിരുന്നു? ഇത് 2021.
2021 ഓഗസ്റ്റ്. എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? 20,000 കിലോമീറ്റർ ആണ്. ആയിട്ടുള്ളൂ. അത് നോർമൽ, കുറച്ച് ഓട്ടം കുറഞ്ഞിരിക്കുന്ന വണ്ടി, ഓടാത്തൊരു വണ്ടിയാണ്, അധികം ഓടാത്ത ഒരു വണ്ടിയാണ്. ഓക്കെ. പക്ഷെ എന്നാലും മറ്റേ ഞാൻ പറഞ്ഞ ഡിഫക്റ്റുകൾ ഇതിനും ഉണ്ട്. ടെൻഷനർ പുള്ളിയുടെ കേസാണേലും കംപ്രസറിന്റെ ബെയറിംഗ് പോകുന്നതിന്റെ ഇഷ്യൂസ് ആണല്ലോ, അത് ഇതിനും ഉണ്ട്. ഇതിന് വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ നോർമലിയാണ്. വണ്ടി ഞാൻ ഭേദം വണ്ടിക്കാൻ മെയിൻ്റെനൻസ് ഇല്ലാത്ത മെയിൻ്റെനൻസ് ഉള്ള, അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല, ചെറിയ രീതിയിലുള്ള മെയിൻ്റെനൻസ് ആണ്. ഓക്കെ. അപ്പം ഇത് യൂസ് ചെയ്യുന്നത് വേറെ യൂസ് ചെയ്യുന്ന മാമനാണ്. മാമനോട് യൂസ് ചെയ്യുന്നുണ്ട്. മാമന്റെ വണ്ടിയാണ്. മീൻസ് മാമൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട്. അപ്പം അദ്ദേഹത്തോടെ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, സയൂജിന്റെ അങ്കിള് വന്നിട്ടുണ്ട്. അൾട്രോസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അൾട്രോസിന്റെ ഒരു എക്സ്പീരിയൻസ്, കുറച്ച് ഫീച്ചേഴ്സ് അധികമായിട്ട് എടുത്ത് പറയണമെന്ന് ഉണ്ടായിരുന്നു അല്ലേ? നമുക്ക് പറയാം. വെൽക്കം ടു ചാനൽ. എങ്കിൽ അൾട്രോസിന്റെ ഒരു എക്സ്പീരിയൻസിൽ എന്തൊക്കെ തോന്നിയിട്ടുണ്ട് ടാറ്റ ഉപയോഗിക്കുന്നത്? പല വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ. നേരത്തെ ടാറ്റയിൽ നിന്ന് വേറെ ഏതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്? എനിക്ക് നേരത്തെ മാരുതി അൾട്ടോ ആയിരുന്നു. ഓക്കെ. അൾട്ടോ ആയിരുന്നു ഓടിച്ചിട്ടിരുന്നത്. അതിന് ശേഷം ഈ വണ്ടി മേടിക്കുന്ന സമയത്ത് ഫോർഡിന്റെ വണ്ടിക്കാർ വന്നു. പിന്നെ അതുകൂടാതെ പോളോ വന്നു, ഫോക്സ് വാഗൺ പോളോ വന്നു. പിന്നെ അങ്ങനെ 3-4 വണ്ടികൾ വന്നു. പിന്നെ ഹോണ്ടയുടെ വണ്ടി വന്നു. അപ്പൊ ഞാനത് ഓടിച്ചു നോക്കിയതിന് എനിക്ക് ഈ സുഖം തോന്നിയത്, ഇരിപ്പ് സുഖം എല്ലാം തോന്നിയത് ടാറ്റ അൾട്രോസിനാണ്. പിന്നെ അത് തന്നെയല്ല, ടാറ്റക്കാർ ഒളിമ്പിക്സിന് പോയിട്ട് മെഡൽ കിട്ടാതെ പോകുന്നവർക്കൊക്കെ ഓരോ ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് ഇച്ചിരി ഇംപ്രഷൻ തോന്നി. അഡ്വർടൈസ്മെന്റ് ഏതായാലും ഫലിച്ചു. അപ്പോൾ അത് ഇവിടെ കൂടിയപ്പോൾ അവർ നല്ലതാണ്, ഇന്ത്യൻ നിർമ്മിത വണ്ടിയാണ്. അപ്പോൾ പിന്നെ 5 സ്റ്റാർ സേഫ്റ്റി ഉണ്ട്. പിന്നെ ഞാൻ ടിയാഗോയും ഓടിച്ചിട്ടുണ്ട്, യൂസ് ചെയ്യായിരുന്നു ടിയാഗോയും. അപ്പോൾ എനിക്ക് സുഖമായിട്ട് ഇതാണ്. ആൾട്ടോ നമ്മൾ മറ്റേ പ്രളയം കഴിഞ്ഞപ്പോൾ വെള്ളം കയറിയപ്പോൾ കൊടുത്തായിരുന്നു. വെള്ളത്തിന്റെ അതിൽ വാട്ടർ എഫക്ട് ചെയ്തായിരുന്നു. വീട്ടിൽ വെള്ളം കയറിയപ്പോ കല്ലിന്റെ മേളിൽ വെച്ചു. പക്ഷെ എന്നാലും ചെറിയതായിട്ട് ഇതായപ്പോ അഫക്ട് ചെയ്തപ്പോ അത് കൊടുത്തു. ഇതാ യൂസ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ പിന്നെ ആ വണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നോർമലി ഇത് ഇഷ്ടപ്പെടും. നല്ല എടുത്തു പറയാൻ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഇത് ഇരിപ്പ് സുഖം, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ മാരുതി ഈയിടെ തന്നെ മാരുതി വണ്ടി വീട്ടിലൊരെണ്ണം കിടപ്പുണ്ട്. അതായത് വേറൊരാളുടെ വണ്ടി. ഞാൻ യോഗയുടെ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ യോഗയുടെ ഇൻസ്ട്രക്ടർ കൂടിയാണ്. അപ്പൊ ഇൻസ്ട്രക്ടറായിട്ട് ഞാൻ ഡി അഡിക്ഷൻ സെന്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ലേഡീസ് ഹോസ്റ്റലിൽ ഒരിടത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻസ്ട്രക്ടറാണ്. ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ എൻ്റെ നേരത്തെ മുതലുള്ള ഇൻസ്ട്രക്ടറാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെയൊക്കെ പോകുമ്പോൾ അവരുടെ വണ്ടികൾ പലതും വീട്ടിൽ കൊണ്ട് ഇടാൻ അവർ പറയും. എന്ന് പറഞ്ഞാൽ അവിടെ സൗകര്യക്കുറവായതുകൊണ്ട് ഡി അഡിക്ഷനിൽ വരുന്ന ആൾക്കാരുടെ വണ്ടികൾ വീട്ടിൽ കൊണ്ട് ഇട്ടേക്കാൻ പറയാം. എന്ന് വെച്ചാൽ ഇടയ്ക്കൊന്ന് ഓടിക്കുന്നത് 28 ദിവസം അവിടെ തങ്ങും വരെ. അതുകൊണ്ട് വീട്ടിൽ കൊണ്ട് ഇടാൻ പല വണ്ടികൾ ഞാൻ അങ്ങനെ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഓടിച്ചതിൽ നിന്നെല്ലാം ഇത് ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ ഒരു വണ്ടി കിടപ്പുണ്ടെങ്കിലും എനിക്കിത് ഓടിച്ചു. ഞാൻ രാവിലെ ഇൻസ്ട്രക്ട് ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി തന്നെ എടുക്കാൻ തോന്നും. അവർ പറയും ഇടയ്ക്കൊന്ന് ഓടിച്ച് കൊണ്ടുവരണമെന്ന് പറയും. എന്നാലും എനിക്കിത് ഇതിനോട് പോകാൻ താല്പര്യം. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു ഇരിപ്പ് സുഖം തന്നെയാണ് മെയിനായിട്ട്, പ്രധാനമായിട്ട് ഇരിപ്പ് സുഖം. പിന്നെ നമുക്ക് ലോങ് ട്രിപ്പൊക്കെ ഓടിക്കുമ്പോഴും ഒരുവിധം നന്നായിട്ട് തൃശ്ശൂർ ഓടിച്ചിട്ടുണ്ട്. തൃശ്ശൂർ പോകുമ്പോഴും നല്ല ഹൈവേ വഴിയൊക്കെ പോകുമ്പോൾ ഞാനും പോയിട്ടുണ്ട്. ഞാൻ ഓടിച്ചിട്ടുണ്ട്. ലോങ് പോയിട്ടുണ്ട്. കൂടുതൽ ലോങ് ഇതിലും ഞാൻ എല്ലാത്തിനും ലോങ് ഞാൻ തന്നെ ഓടിച്ചിട്ടുണ്ട്. പാവനായിട്ട് ഞാൻ തന്നെ ഓടിക്കും. ഇടയ്ക്ക് തൃശ്ശൂർ പോയപ്പോഴും ആണെങ്കിലും ഹൈവേ വഴിയൊക്കെ പോകാൻ നല്ല സുഖമായിട്ട് പോകാൻ പറ്റും. സ്റ്റിയറിംഗ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തോളൂ. ഓക്കെ. അതുപോലെ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസിയുടെ കാര്യമാണ്. ഫ്യൂവൽ എഫിഷ്യൻസി ഈ പറയുന്ന പോലെ ഫ്യൂവൽ എഫിഷ്യൻസി വലിയ കാര്യമായിട്ട് നോക്കാറില്ലെങ്കിലും മിക്കവാറും AC ഓഫ് ചെയ്യാതെയാണ് മിക്കവാറും. ഇതിന്റെ എസിക്ക് നമ്മള് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കും. നമ്മൾ ഏത് വണ്ടിയുള്ള എസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. എഞ്ചിനോടില്ലേ നമുക്ക് AC ഇടാതെ വണ്ടി ഓടിക്കത്തില്ല. അതാ പറഞ്ഞു ഇതിന്റെ യൂണിറ്റ് റീപ്ലേസ്മെന്റ് ചെയ്തതിന്റെ കാര്യം തന്നെ. എസിക്ക് നമുക്ക് എപ്പോഴും തണുത്തിരിക്കണം, നമ്മള് വേർതിരിക്കാനൊന്നും പാടില്ല. അപ്പൊ ആ ഒരു AC മിക്കവാറും നല്ല കൂളിംഗ് കിട്ടി, പെട്ടെന്ന് തന്നെ കൂളിംഗ് ആവുകയും ചെയ്യും. അപ്പൊ നമ്മുടെ 3 വണ്ടികളിൽ അങ്ങനെ തന്നെ ആക്കി എടുത്തതാണ്. ഇത് രണ്ടും കമ്പനി വന്നപ്പോ പ്രശ്നമില്ല. പക്ഷെ ഇത് അറിയാലോ ഇത്ര വർഷമായതുകൊണ്ട് അതുപോലെ ആക്കിച്ചു നമ്മൾ. ആൾക്കാരെങ്കിലും കയറ്റിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഇതിനൊരു പ്രത്യേക ഡോർ, ബാക്ക് ഡോർ തുറക്കുന്നത് പിടി പലരോടും കയറിക്കോളം എന്ന് പറഞ്ഞാൽ അവര് ഞാൻ ഇറങ്ങി വന്ന് തുറന്നു കൊടുക്കേണ്ട സ്ഥിതി വരുന്നുണ്ട്. അതുകൊണ്ട് അത് നല്ലതാണ്. നല്ല
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഡോർ ഒരെണ്ണം തുറന്ന് കിടക്കുകയോ ഏത് ഹാൻഡ് ബ്രേക്ക് ഒക്കെ പിടിച്ചിരിക്കുന്ന ഉടനെ വിളിച്ച് പറഞ്ഞോളൂ. എല്ലാത്തിനും വോയിസ് അസിസ്റ്റൻസ് എല്ലാത്തിനും ഉണ്ട്. അതിപ്പോ ഈ മറ്റേ വണ്ടിക്ക് നമ്മുടെ ഈ സഫാരിക്ക് നമുക്ക് അത് ഇൻബിൽഡ് ചെയ്യാവുന്ന കേസാണ്. പക്ഷെ എന്നാലും കമ്പനി അതൊരു ഫീച്ചറായിട്ട് പ്രീമിയം ഫീച്ചറാണ് അത്. പക്ഷെ അത് പണ്ട് മഹേന്ദ്രയ്ക്ക് സ്കോർപ്പിയോക്ക് വന്നിട്ടുണ്ട്. 2006 സ്കോർപ്പിയോക്ക് വോയിസ് അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്. എല്ലാം നല്ല ഫുൾ ഓപ്ഷൻ തന്നെയാണ് എല്ലാം. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി. പക്ഷെ പ്ലസ് അല്ല, പ്ലസ് വേരിയന്റിന് ടോപ്പ് ബ്ലാക്ക് വരുന്നുണ്ട്. പ്ലസ് വേരിയന്റ് അല്ല, എക്സിസ് ഉണ്ട്. അവര് എടുക്കാൻ ചെന്നപ്പോൾ മറ്റേ റെപ്രസെന്റേറ്റീവ് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് മറ്റേ അതിനാണ് പൈസ അല്പം കൂടെ കൂടുതൽ വരും, എന്നാലും അതേ ഓപ്ഷൻ തന്നെ എല്ലാം. അത് നമുക്കിതിൽ വരാത്ത വേറെ ട്യൂട്ടർ ഇല്ല. ഡോറിൽ വന്ന ട്യൂട്ടർ ഇല്ല. പിന്നെ ഇതില്ല ഈ മറ്റേ റൂഫില് ബ്ലാക്ക് വരുന്നുണ്ട്. ഇതേ ബ്ലാക്ക് തന്നെ പിയാനോ ബ്ലാക്കാ വരുന്നത്. പിയാനോ ബ്ലാക്ക് ഇത് മാത്രം തന്നെ 40,000 അവർ ചാർജ് ചെയ്യും. അപ്പൊ അത് അനുസരിച്ച് പറയുമ്പോൾ ഇതാണ് ഏറ്റവും നല്ലതെന്ന് പറയുകയും ചെയ്തു. നമുക്ക് അതിന്റെ യൂസ് ഇല്ല. കാരണം നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് അങ്ങനത്തെ ഒരു ലുക്കിൽ നമ്മൾ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഇനി പിയാനോ ബ്ലാക്കിന് വേണ്ടി 40,000 ഒരു ട്യൂട്ടറിന് നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള വണ്ടി അതായിട്ട്. നമ്മള് ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യം ചോദിച്ചു, അതിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളായി പോയി. എത്ര കിട്ടുന്നുണ്ട് ഫ്യൂൽ എഫിഷ്യൻസി? മിക്കവാറും 12-15 ആവറേജ് 15 ഒക്കെ കിട്ടുന്നുണ്ട്. ഏകദേശം നോക്കാറില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട്. നമ്മൾ വണ്ടി എത്ര കിലോമീറ്റർ ഓടുന്നു നോക്കും. ഇപ്പൊ ഒരു ദിവസം കൊണ്ടിട്ട് എത്ര ദൂരം പോകുന്നുണ്ട് ഇപ്പൊ നോക്കാം. അത് നമ്മൾ നോക്കും. അല്ലാതെ ഈ ട്രിപ്പ് സെറ്റ് ചെയ്യണ പരിപാടിയില്ല. അല്ലാതെ മറ്റേ ഫ്യൂൽ എഫിഷ്യൻസി ഒന്നും നോക്കാറൊന്നുമില്ല. എപ്പോഴും ഇത്ര രൂപയ്ക്ക് അടിക്കുന്നു. കാരണം ടാങ്ക് ഡെയിലി എടുക്കാറുണ്ട്. ഈ ക്ലാസ്സിന് പോകുമ്പോൾ 2 കിലോമീറ്റർ അപ്പുറം, 2 കിലോമീറ്റർ 4 കിലോമീറ്റർ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഒത്തിരി ലോങ് ഓടേണ്ടി വരാറില്ല. പിന്നെ വൈക്കത്ത് ഡെയിലി വൈക്കം വരാറുണ്ട്. വൈക്കത്ത് ടൗണിൽ വരും, വൈക്കം അമ്പലത്തിൽ വരാറുണ്ട്. അത് മിക്കവാറും ഡെയിലി കാറിലാണ് വരുന്നത്. ഇത് നല്ല വേനലാണെങ്കിൽ മാത്രം ചിലപ്പോൾ ബൈക്കിൽ പോരും, അല്ലാത്തപ്പോൾ കാറിലാണ് വരുന്നത്. ഡെയിലി എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഉപയോഗിച്ച് നടക്കാൻ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? ഭയങ്കര സിമ്പിൾ ആണോ? സിമ്പിളാണ്, ഓടിക്കാനും ഒക്കെ സിമ്പിളാണ്. സ്റ്റിയറിംഗ് ഭയങ്കര ലൈറ്റ് ആണ്. സ്റ്റിയറിംഗ് ഒക്കെ സുഖമായിട്ട് ഏറ്റവും അടിപൊളി സ്റ്റിയറിംഗ് ആണ്. പിന്നെ വണ്ടി നമ്മൾ നേരിട്ടൊന്നും ഇട്ടൊന്നും മുട്ടിച്ചില്ല. പിന്നെ എല്ലാവരും ഒക്കെ സൈഡിൽ നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് കൊണ്ട് ചാരിയിട്ടൊക്കെ പോവാറ്. അത് ഉണ്ടാ ചില പാടുകൾ, ചെറിയ ചെറിയ പാടുകൾ. അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് ഈ വണ്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പൊ വേറെ വല്ല വണ്ടി ഇടിച്ചവിടെ ബമ്പർ ഊരിയൊക്കെ പോയിട്ടുണ്ട്. ഈ മാരുതിയുടെ വണ്ടിയുടെ ഞാൻ ഇവിടെ ഒരു ജങ്കാറുണ്ട്. ജങ്കാർ കയറുന്ന വഴി വണ്ടി നേരെ റിവേഴ്സ് വെച്ചവിടെ ബമ്പർ ഫ്രണ്ടിൽ ഇരിക്കുക. വണ്ടി കയറി ബമ്പർ അവിടെ ഇരിക്കണം. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. നമുക്ക് അതൊക്കെ ഒന്ന് അറിയണം, എക്സ്പീരിയൻസിൽ അറിയണമെന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിന്റെ സർവീസ് മൊത്തത്തിൽ ടാറ്റ ഉപയോഗിക്കുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണുന്നവർക്ക് ടാറ്റ റെക്കമെൻഡ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സൈജുറോയോട് ചോദിക്കാം. നമുക്ക് 3 വണ്ടി ഇട്ടിട്ടൊന്ന് കമ്പയർ ചെയ്യാം. അപ്പം താങ്ക് യു സോ മച്ച്. ഓക്കെ, അങ്ങനെ 3 വണ്ടികൾ നമ്മൾ കാണിച്ചു. ഇനിയും നമുക്കറിയാനുള്ളത് ടാറ്റ നേരിടുന്ന ഒരു വെല്ലുവിളിയും അല്ലെങ്കിൽ നേരിടുന്ന കുറേ പേരുടെ ഒരു കംപ്ലയിൻറ്റുമാണ് ടാറ്റയുടെ സർവീസ് എന്നുള്ളത്, അല്ലെങ്കിൽ റിലയബിലിറ്റി ചെറിയ ഇഷ്യൂസ് വരിക എന്നുള്ളത്, പാർട്സിൻ്റെ ചെറിയ കംപ്ലയിൻറ്റ്സ് എന്നുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ബ്രോ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും? സർവീസ് പറഞ്ഞോളൂ, ഷോറൂം സർവീസ് ഒക്കെ വളരെ മോശമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു കംപ്ലയിൻറ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തെന്ന് വെച്ചാൽ, നമ്മൾ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അവർ പറയും ഇത് ഈ വണ്ടിക്കുള്ള ഡിഫക്റ്റാണ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം അത്. പിന്നെ അത് മാത്രമല്ല, ഇത് ഈ ആൾട്രോസ് ഇപ്പോഴും ഷോറൂം സർവീസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു കംപ്ലയിൻറ്റ് ഇപ്പോൾ ഇതിലെഴുതി കൊടുക്കും, മറ്റേ ബുക്കിൽ എഴുതി പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പോൾ ഈ ജോബ് കാർഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ഇവർ ഈ പറയുന്ന കംപ്ലയിൻ്റ് ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് തോന്നിയ സർവീസ് അവർ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം ഇതിന് 2 മറ്റേ ബാക്കിൽ വൈപ്പർ ബ്ലേഡ് കംപ്ലൈൻ്റ് ആയിരുന്നു. അത് മറ്റേ പ്ലാസ്റ്റിക് ആണ്. അത് നോർമലി ബ്ലേഡ് ഇല്ല, അതായിട്ട് ആം ഉൾപ്പെടെ റീപ്ലേസ്മെൻ്റ് ആണ് ബാക്ക്. അത് പറഞ്ഞിട്ട് അവർ ചെയ്തിട്ടില്ല. അത് ചെയ്യാൻ പറഞ്ഞാണ് കൊടുത്തത്, അത് ചെയ്തിട്ടില്ല. പിന്നെ ടെൻഷനർ പുള്ളി, അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. ഈ വണ്ടിക്ക് ടെൻഷനർ പുള്ളി, AC കംപ്രസറിൻ്റെ ബെയറിങ്ങും പോകുന്നൊരു കംപ്ലൈൻറ്റ് ടിയാഗോ. പക്ഷെ അതൊക്കെ അവരുടെ റെഡി സ്റ്റോക്ക് ഉണ്ട്. കാരണം മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയതുകൊണ്ട് അത് അവരുടെ ഉണ്ട്. പിന്നെ അതുപോലെ ഇതിന് ആക്ടിവേറ്റർ വരുന്നത്, ഈ നമ്മുടെ AC ഡയറക്ഷൻ കൺട്രോളർ ആക്ടിവേറ്റർ വരുന്നത്. ഇതൊക്കെ കേബിളാണ് വരുന്നത്. ഈ വണ്ടി അത് ആക്ടിവേറ്റേഴ്സിന് കംപ്ലൈന്റ് വരാറുണ്ട്. അത് ആക്ടിവേറ്റേഴ്സ് കംപ്ലൈന്റ് സൗണ്ട് വരാറുണ്ടോ? അത് കാരണം ആക്ടിവേറ്റർ ഈ പറഞ്ഞ പോലെ യൂസ് ചെയ്യാതെ വരുന്നതുകൊണ്ടുള്ള പ്രശ്നം. കാരണം നോർമലി നമ്മൾ AC ഇടുമ്പോഴത്തേക്ക് ആദ്യം ലെഗിലോട്ട് പോയിട്ടാണ് മേളിലോട്ട് വരുന്നത്. വെന്റ് ആദ്യം അടയും, വണ്ടി ഓഫ് ചെയ്യുമ്പോൾ ഇത് അടയും. എന്നിട്ട് അത് ആക്ടിവേറ്റർ ഓട്ടോമാറ്റിക്കലി ഇടയ്ക്ക് വർക്കാക്കാൻ വേണ്ടി അങ്ങനെ സിസ്റ്റം വന്നു. അപ്പോൾ ആദ്യം ലെഗിലോട്ട് വന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലെഗിലോട്ട് അടിച്ചിട്ട് നമ്മുടെ മുഖത്തോട്ട് വരത്തുള്ളൂ. അപ്പോൾ ആ
ആക്ടിവേറ്റർ ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ അത് മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയുള്ള ഡയറക്ഷൻസ് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കംപ്ലൈന്റ് വരുന്നത്. വിഷയം അത് വരുന്നത്. കംപ്ലൈന്റ് ആയിരുന്നത്. ഓക്കെ, അതൊക്കെ മാറ്റാൻ എത്ര കോസ്റ്റ് ആകാറുണ്ട് ആക്ച്വേറ്റേഴ്സിന്? മാറ്റാൻ കോസ്റ്റ് ആണ്ട് 1500 രൂപ റേഞ്ച് വന്നുള്ളൂ. ഞങ്ങൾക്ക് ഡാഷ് റിമൂവ് ചെയ്യേണ്ടി വരുന്നു, ഡാഷ് റിമൂവ് ചെയ്യേണ്ടി വന്നില്ല, ഡാഷ് റിമൂവ് ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റിയത്. ഇത് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ടെൻഷനർ പുള്ളി അതും ഇതുപോലെ തന്നെ, അതും രണ്ടുമാണ് അവർ പറഞ്ഞതിൽ ചെയ്തേക്കുന്നത്. പിന്നെ ഈ ബാക്ക് വൈപ്പറിന്റെ കേസ് അതുപോലെ തന്നെ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ ചെയ്തിട്ടില്ല. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. അവരത് വിട്ടുപോയെന്നല്ല, അവർ ചെയ്തില്ല. ചോദിച്ചപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് പറഞ്ഞപ്പോൾ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് പ്രോപ്പറായിട്ടുള്ള ആൻസർ അല്ല അവർക്ക്. അതിപ്പോൾ അതാണ് ടിയാഗോ ഇപ്പോൾ ഷോറൂം സർവീസ് അല്ല, കാരണം ടിയാഗോടെ ഇതുപോലെ ആയതുകൊണ്ടാണ് നമ്മൾ മാറ്റിയത്. കാരണം വണ്ടി ഇപ്പോൾ അച്ഛന് ഡെയിലി യൂസ് ഉള്ള വണ്ടിയാണ്. ഡെയിലി യൂസ് ഉള്ള വണ്ടി നമ്മൾ ഈ ഷോറൂമിൽ കിടക്കുന്നത് 2 ദിവസം ഷോറൂമിൽ കിടക്കണം. അപ്പോൾ അച്ഛൻ ഈ വണ്ടി പോകണം. അപ്പം ഇതിന് അറിയില്ല, മൈലേജിൻ്റെ ഷോർട്ട് ഉള്ളതുകൊണ്ട് ഡെയിലി യൂസ് പാടാണ് ഈ വണ്ടിയിൽ. അപ്പോൾ ആ വണ്ടിയിൽ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഈ നമ്മൾ ഷോറൂമിൽ കൊടുത്ത് 2 ദിവസം ഷോറൂമിൽ കൊടുത്താൽ ഈ 2 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മാസത്തേക്ക് പോലും വರ್ತല്ല അവർ ചെയ്യുന്നത്. അത്രയ്ക്ക് മോശമായി. ഷോറൂമിന്റെ പേര് ഞാൻ പറയുന്നില്ല, വളരെ മോശമായിരുന്നു. ഷോറൂം ഇപ്പൊ ഇല്ല, അതൊക്കെ നിർത്തിപ്പോയ ഷോറൂം നിർത്തിപ്പോയെന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്തിട്ട് ഒരു ഇത് കൊള്ളത്തില്ല. എന്നിട്ട് പിന്നെ ഇപ്പൊ നമ്മൾ പുറത്ത് ചെയ്യാൻ സാറ്റിസ്ഫൈഡാണ്. പുറത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വർക്ക് അവർ പ്രോപ്പറായിട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ വണ്ടി ചെയ്തിട്ട് അതുകൊണ്ട് നമ്മൾ വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞില്ലെങ്കിലും അവർ ആ ഫോൾട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നു. ഇലക്ട്രിക്കൽ ഇഷ്യൂസ് ഒന്നും വരാറില്ല ഇതിന്. നോർമലി വരുന്ന ഈ ടയറോഡൻ്റെ സസ്പെൻഷൻ, കാരണം ഡെയിലി യൂസ് ഉള്ള വണ്ടിക്ക് നോർമലി പോകുന്ന ഒരു സാധനം സസ്പെൻഷൻ കംപ്ലൈൻറ്റ് വരും. കാരണം നമ്മുടെ റോഡിൻ്റെ ഒക്കെ വെച്ചിട്ട് സസ്പെൻഷൻ പോകും. അപ്പം അങ്ങനെ പോകുന്നതുകൊണ്ട് അത് മാത്രം 8 കിലോമീറ്റർ 8 കഴിഞ്ഞു, 1.8 കഴിഞ്ഞില്ലേ, 1.8 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 lakh അടുത്താവാറായി. അപ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ടൈമിങ്ങിൻ്റെ കേസ് വരുന്നുണ്ട്. ടൈമിംഗ് ചെയിൻ ആയതുകൊണ്ട് പറഞ്ഞ് സൗണ്ട് വന്നിട്ടില്ല, എന്നാലും 2 lakh ആകുമ്പോൾ മാറാമെന്ന് പറഞ്ഞു ടൈമിംഗ് ചെയിൻ്റെത്. പിന്നെ ആക്സിൽ റീപ്ലേസ് ചെയ്തായിരുന്നു. ആക്സിൽ റീപ്ലേസ്ഡ് ആണ്. ആക്സിൽ റീപ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെന്റ് വന്നപ്പോൾ ഞാനത് റിപ്പയർ ചെയ്യുക ചെയ്തത്. ഡെയിലി യൂസ് ആണെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്തിട്ടാൽ കുഴപ്പമില്ല. ഈ വല്ലപ്പോഴത്തേക്കൊക്കെ നമുക്ക് അതുപോലെ വല്ലപ്പോഴും യൂസ് ചെയ്യുന്ന വണ്ടിയാണെങ്കിൽ നമുക്കത് ആക്സിൽ ഇത് റീപ്ലേസ് ചെയ്യാതെ അല്ല, വല്ലപ്പോഴും യൂസ് ചെയ്യുന്ന റീപ്ലേസ് ചെയ്യാം. ഡെയിലി യൂസ് ഉള്ള വണ്ടിയാണ് നമുക്ക് റിപ്പയർ ചെയ്താലും കിടന്നുള്ളത്. ഞാനത് റിപ്പയർ ചെയ്തത് ഇവിടെ നമ്മുടെ എയർപോർട്ടില്ല, ആലുവ സൈഡ് അങ്കമാലി ആ ഒരു ഏരിയയിൽ റിപ്പയർ ചെയ്തത്. അപ്പോൾ റിപ്പയർ ചെയ്തപ്പോഴത്തേക്ക് ഞാനത് റിപ്പയർ ചെയ്ത് വർക്ക്ഷോപ്പിൽ ചെന്നപ്പോഴാണ് അവർ റിപ്പയർ ചെയ്യാൻ. വരാപ്പുഴയല്ല, അല്ലല്ല, നമ്മുടെ ആ എയർപോർട്ട് നെടുമ്പാശ്ശേരി ആ ഒരു ഏരിയ. അല്ലല്ല, സർവീസ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇതും അതും ഒക്കെ അവിടെ തന്നെ ചെയ്യുന്നു. ഇത് മാത്രം ഇതിപ്പോൾ 20K ആയിട്ടുള്ളല്ലോ, അതുകൊണ്ട് ഒരു 40K 50K ആകുമ്പോഴത്തേക്ക് മാറാന്ന് വെച്ചു. അപ്പം ഇത് രണ്ടും നമ്മൾ ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ തന്നെ ചെയ്യുന്നത്. അവിടെ നമുക്ക് സർവീസ് സാറ്റിസ്ഫൈഡ് ആണ്. ആക്സിൽ മാറി ഇതിപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടില്ല, റിപ്പയർ ചെയ്യാൻ ഒരു ആക്സിലിന് 2000 rupees ആണ്. അപ്പോൾ രണ്ടും കൂടെ 4000 ആയുള്ളൂ. ഇപ്പോൾ ഷോറൂമിൽ നമ്മൾ ഒറിജിനൽ OEM ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് 25K ആണ് ആക്സിലിന് പറഞ്ഞത്. പെയർ 25K പറഞ്ഞു. പിന്നെ ലേബർ കോസ്റ്റ് വരുമ്പോഴത്തേക്ക് എന്തായാലും 27K 28K വരും. ഇതിപ്പോൾ എനിക്ക് റിപ്പയർ ചെയ്യാനും അഴിച്ച് ഫിറ്റ് ചെയ്യാനും എല്ലാം കൂടെ 5000 rupees വന്നു. അപ്പോൾ ഡെയിലി യൂസ് ഉള്ള വണ്ടിയാണല്ലോ. ഡെയിലി യൂസ് ഉള്ളതാകുമ്പോൾ നമുക്ക് ഡെയിലി യൂസ് ഉള്ള നമുക്ക് റിപ്പയർ ചെയ്യുന്നതിനും ഈ മാറുന്നതിനും നല്ല വ്യത്യാസമുണ്ട്. പറഞ്ഞ പോലെ അന്നേരം വ്യത്യാസം ആവാറാണ്. പിന്നെ നമുക്ക് ഡെയിലി യൂസ് ആയതുകൊണ്ട് നമുക്ക് ഓടിച്ചാൽ മതി, അല്ലാണ്ട് നമുക്ക് ആ ക്വാളിറ്റി വേണമെന്നില്ല. ആവശ്യമുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴും എടുക്കുന്ന വണ്ടിയാണ് അത് ചെയ്തിട്ട് കാര്യമില്ല. റീപ്ലേസ്മെന്റ് ചെയ്യുന്നതായിരിക്കും ആ ഒരു കംഫോർട്ടൊക്കെ കിട്ടണമെങ്കിൽ റീപ്ലേസ്മെന്റ് ആയിരിക്കും ബെറ്റർ. നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഡെയിലി യൂസ് ഉള്ള വണ്ടി ഡെയിലി ഓടിയാൽ നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യുന്നത് അറിയത്തില്ല, കണ്ടറിയാം. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഈ എഞ്ചിൻ മെയിൻ്റെനൻസിന്റെ കേസിലാണെങ്കിൽ പോലും ഇതിന്റെ പോലെ ഇതിനേക്കാളും ഒക്കെ ഹൈ കോസ്റ്റ് ആണ് ഇതിന്റെ. കാരണം ടൈമിംഗ് ചെയിൻ ഇതിനൊന്നും മെയിൻ്റെനൻസ് ഇല്ല. ഓയിൽ മാറിയില്ലല്ലോ ഓടുന്നത്. അല്ലെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞാൽ ഓയിൽ മാറണ്ട വണ്ടിക്ക്. ഞാൻ പറഞ്ഞ ഇതിൽ 25K ആയിട്ട് ഓയിൽ മാറാതെ ഓടിച്ച സമയമുണ്ട്. എന്നിട്ടും സ്റ്റിൽ ഓയിൽ കറുത്ത് ഇതാവും, എന്നാലും കട്ട പിടിക്കില്ല സാധനം. ഇതിന്റെ ഓയിൽ കട്ട പിടിക്കാതെ. പിന്നെ ചിലർ നാനോ ലൂപ്പ് ഒഴിക്കാൻ പറഞ്ഞു. നാനോ ലൂപ്പ് ഒന്നും ഒഴിച്ചില്ല, കാരണം ഇത്ര ലക്ഷം വണ്ടിയുടെ എഞ്ചിൻ ലൈഫിനെ ബാധിക്കും, വണ്ടി പെട്ടെന്ന് ഇതായി പോകുന്നു പറയും. പക്ഷേ അത് പറഞ്ഞത് ഏതാണ്ട് 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് 3 ലക്ഷം കൂടെ അതാണ് അങ്ങനെ വന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ
ഓടിക്കോളൂ ഓയിൽ മാറില്ല ഈ വണ്ടി. അതുപോലെ ടാറ്റ സുമോയും ആണെങ്കിലും അതെ, സുമോയും ഉണ്ടായിരുന്നു വീട്ടിൽ. സുമോ ഉണ്ടായിരുന്നു. ഓ, ടാറ്റയുടെ എല്ലാ വണ്ടി ഉണ്ടായിരുന്നു. സുമോ അത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയായിരുന്നു. അത് ജസ്റ്റ് ചീപ്പ്. ഇതെല്ലാം ഫസ്റ്റ് ഓണേഴ്സ് കേട്ടോ. ഇതെല്ലാം ഇത് ഫസ്റ്റ്, സുമോ സെക്കൻഡ് ആയിരുന്നു. സെക്കൻഡ് ഫോർത്ത് ഓണർ എന്താ വരുന്നത് വണ്ടി. ഓക്കെ, അങ്ങനെ അങ്ങനെ വരുന്ന വണ്ടി അത്. പക്ഷെ അത് ഇതുപോലെ തന്നെ ആയിരുന്നു. അത് ഓയിലൊന്നും മാറാതെ ഡെയിലി ഓടി അത് കഴിഞ്ഞ് ഇത് എടുത്തത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് മറ്റേത് ഭയങ്കര സർവീസ് കോസ്റ്റ് ആവുമെന്ന് പറഞ്ഞു. അതിന് എത്രയാണ് സർവീസ് കോസ്റ്റ് ആകാറുള്ളത്? ഈ ടിയാഗോയ്ക്കൊക്കെ ടിയാഗോ പുറത്ത് ചെയ്യുന്നതുകൊണ്ട് അറൗണ്ട് ഒരു 5K 5K ഒന്നും വരത്തില്ല ഈ പറഞ്ഞ പോലെ. കാരണം ഞാൻ പറഞ്ഞു ഡെയിലി ഓടുന്ന വണ്ടിയുണ്ട്. സർവീസിന് കയറ്റുമ്പോൾ അവിടെ ബുഷ് പോയി ഇവിടെ ബുഷ് പോയി അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാണും. ഓയിൽ മാത്രം മാറി പോകണ ഒരു 3000 റുപ്പീസ് ഒക്കെ അത്രയും വരില്ല. 2500 വരുള്ളൂ ഓയിൽ മാത്രം മാറി പോവുകയാണെങ്കിൽ. ഇപ്പോൾ നമ്മുടെ അൾട്രോസോ ഷോറൂം സർവീസ് മാത്രം ചെയ്യുന്ന വണ്ടി. അപ്പോൾ അൾട്രോസോ ഷോറൂം സർവീസ് മാത്രം ചെയ്യുന്ന വണ്ടിയാണല്ലോ. അതിനാണെങ്കിൽ ഈ 6K 7K ഒക്കെ വരുന്നുണ്ട്. ഓയിൽ മാത്രം മാറാനാണെങ്കിൽ ഒരു 3K ആ റേഞ്ച് വരുന്നുണ്ട്. പിന്നെ അല്ലറ ചില്ലറ ചെറിയ പണികൾ എന്തായാലും വരും. നോർമലി ഇപ്പം ഓയിൽ മാത്രം മാറി ഓടിക്കാൻ പറ്റിയ വണ്ടികളല്ല ടാറ്റയുടെ. എന്തായാലും ചെറിയ മെയിൻ്റെനൻസുകളുണ്ട്. 3 വണ്ടിക്കും വന്നിട്ടുണ്ട് അങ്ങനെ. ഓയിൽ മാറുമ്പോഴത്തേക്ക് എന്തായാലും ചില ബുഷുകളോ അങ്ങനെയുള്ള ചെറിയ എന്തായാലും പണി, വലിയ പണികളല്ല, ചെറുതായിട്ടുള്ള പണികൾ എന്തായാലും ഈ 3 വണ്ടിക്കും ഉണ്ട്. മനസ്സിലായി. ഓയിൽ മാറുമ്പോഴത്തേക്കുണ്ട്. ഓയിൽ മാറുമ്പോഴത്തേക്ക് പീരിയോഡിക് സർവീസ് വരും. ഇയർലി എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വരും. കംപ്ലൈന്റ് ഒന്നില്ല എന്തോ വണ്ടി കംപ്ലൈന്റ് ഒക്കെ വേണ്ട. എന്നാലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടല്ലോ ഒരു വൈബ് ഉള്ളത്. കംപ്ലൈന്റ് ഒക്കെ വേണ്ട. എന്നാലും വണ്ടി പണിത് കംപ്ലൈന്റ് മാത്രം വരാതെ അങ്ങനെ ഓടിക്കാനാണെങ്കിൽ നമുക്ക് വേറെ ബ്രാൻഡ് ചൂസ് ചെയ്യാം. ഇപ്പൊ അതർ ബ്രാൻഡ് ടൊയോട്ടയൊക്കെ ആണെങ്കിൽ കംപ്ലൈന്റ് ഓയിൽ മാത്രം മാറി ഓടിച്ചാൽ മതി. പിന്നെ അതൊക്കെ വരുവാണെങ്കിൽ വലിയ പണികളായിരിക്കും. ടൊയോട്ട ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ടൊയോട്ട യൂസ് ചെയ്യുന്നവരുണ്ട്. ഇന്നോവ ഫോർച്യൂണർ ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ പറഞ്ഞത് വണ്ടി ഓടും ഉപയോഗിച്ച് എന്തേ കംപ്ലൈന്റ് വരുന്നു വന്നു കഴിഞ്ഞാൽ വലിയ പണിയായിരിക്കും. അതും നമ്മുടെ പോക്കറ്റ് അക്കൗണ്ട് കാലിയാകുന്ന രീതി പണിയായിരിക്കും എന്നാണ് പറയുന്നത്. AC ആണല്ലോ പല എന്ത് പണി വന്നാലും പണി വന്നില്ലേ ഓടിക്കോളൂ. പണി അങ്ങനെ വരത്തില്ലെന്നാണ് പറയുന്നത്. പണി വന്നാലുള്ള കേസിലുള്ള കാര്യമാണ്. ഇനി നമുക്ക് അറിയേണ്ട മെയിൻ കാര്യമാണ് ടാറ്റ എന്നുള്ള ഒരു ബ്രാൻഡിനെ ബ്രോ എന്തായാലും സജസ്റ്റ് ചെയ്യുമെന്നറിയാം. കാരണം ടാറ്റ മാത്രമാണ് ബ്രോയും വാങ്ങുന്നത്. എങ്കിലും മറ്റൊരാൾ എടുക്കുമ്പോൾ കൊടുക്കാനുള്ള സജഷൻസ് എന്തൊക്കെയുണ്ട്? സജഷൻസ് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ ഈ വണ്ടി ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതർ ബ്രാൻഡ്സ് വണ്ടികളൊന്നും വേറെ യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്യാതെ BMW മീൻസ് ഞാൻ പറഞ്ഞു പല വണ്ടികൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് എവിടെ വേണം പോകും. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് സഫാരി ആയിട്ട് എവിടെയൊക്കെ പോകണം ഒരു കുഴപ്പമില്ല. ഒരു തവണ വഴി കിടന്നിട്ടുണ്ട്. അത് ഈ ക്ലച്ചിന്റെ പൈപ്പ് പൊട്ടിയിട്ടായിരുന്നു. ക്ലച്ചിന്റെ പൈപ്പ് അത് ഈ പറഞ്ഞ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ ഇടയ്ക്ക് ഒരു ഫെബ്രുവരിയില് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 600 രൂപ പണി തീർന്നു. 600-700 രൂപ പണി തീർന്നു. പക്ഷെ നമ്മൾ വഴി കിടന്ന് പറഞ്ഞാൽ ഒരു പോക്കറ്റ് റോഡിൽ കൂടെ പോയപ്പോൾ ക്ലച്ച് വിടൽ താഴ്ത്തു. കംപ്ലൈന്റ് മനസ്സിലായി ഫ്ലൂയിഡ് പോയിട്ടാന്ന് മനസ്സിലായി. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഫ്ലൂയിഡ് ഇല്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഫ്ലൂയിഡ് വണ്ടി വേറെ മേടിച്ച് കടയിൽ നിന്ന് ഒഴിച്ച സമയത്ത് പൈപ്പ് ലീക്കാന്ന് പറഞ്ഞാൽ ദ്രവിച്ചു പോയിട്ടാ. കാരണം പഴക്കം 17 വർഷമായിട്ടിരിക്കുന്ന പൈപ്പാ. 18 വർഷമായിട്ട് പൈപ്പ് 17 വർഷമായിരിക്കുന്ന പൈപ്പ്. അത് ചെറിയൊരു തുളയാണ്, കുഞ്ഞു തുളയാണ്. പക്ഷെ കുഞ്ഞു തുള വീണ അറിയാലോ, അത് നിൽക്കില്ല പൂ. ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അത്രയും ലാസ്റ്റ് ചെയ്തത്. ചിലപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അത്രയും ലാസ്റ്റ് ചെയ്തത്. കാരണം ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചപ്പോൾ പലരും റീപ്ലേസ് ചെയ്തവരുണ്ട്. സഫാരി ഗ്രൂപ്പിൽ റീപ്ലേസ് ചെയ്തവരുണ്ട്. പൈപ്പ് പീരിയോഡിക് സർവീസ് റീപ്ലേസ് ചെയ്തവരുണ്ട്. കാരണം ഈ പറഞ്ഞ മിക്കവരും ഇത്രയും കിലോമീറ്റർ ഒന്നും ഓടത്തില്ലായിരുന്നു. ഡെയിലി യൂസ് ഒന്നും ആരും ചെയ്ത്. കാരണം ഈ വണ്ടിയുള്ളവർക്ക് ആൾട്ടർനേറ്റീവ് വേറൊരു വണ്ടി കാണും. അതാണ് ചോദിച്ചത്. അപ്പോൾ സജഷൻസ് എന്താണ് ബ്രോയ്ക്ക് കൊടുക്കാനുള്ളത്? ഒരു ടാറ്റ വണ്ടി എടുക്കാൻ സജസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് കംപ്ലൈന്റ്സ് ഇടയ്ക്ക് വരാറുണ്ട്. പീരിയോഡിക് സർവീസിൽ മാത്രമേ കംപ്ലൈന്റുകളുള്ളൂ. ഇപ്പോൾ ഡെയിലി ഓടിക്കോളൂ, യൂസ് ചെയ്യാനാണെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ പീരിയോഡിക് സർവീസിന്റെ ടൈമിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പണികൾ കാണും. അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ വഴി കിടക്കുന്ന പ്രശ്നങ്ങൾ പലരുടെ അനുഭവമായിരിക്കും. നമുക്ക് അങ്ങനത്തെ അനുഭവം വന്നിട്ടില്ല. വഴി കിടക്കുന്ന അനുഭവം ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ ടിയാഗോയുടെ ആക്സിൽ കംപ്ലൈന്റ് ആയിട്ട് ഞങ്ങൾ മൂവാറ്റുപുഴ പോയിട്ടുണ്ട്. എവിടെയൊക്കെ പോകണം, ആലുവ പോയത് ആക്ച്വലി കംപ്ലൈന്റ് ആയിട്ട്. ഇത് തികച്ചും ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല, ഒരാളുടെ അനുഭവം. നമ്മൾ ചെയ്യുന്നത് മൊത്തം യൂസർ എക്സ്പീരിയൻസ്, ആ യൂസർ എക്സ്പീരിയൻസ് മാത്രമാണ്. അതെ, റീസെന്റ് ഞാൻ ഒരു ടാറ്റ നെക്സൺ ഡീസൽ കൊടുത്തിട്ടുള്ള സ്വിഫ്റ്റ് മേടിച്ച വീഡിയോ നമ്മൾ കുറച്ച് നാളും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തും കമന്റ് പറയുന്നത് എന്തിനത് ചെയ്തു. ആ ആളുടെ ഇഷ്ടം അതാണ്, ആ ആളുടെ പെർസ്പെക്റ്റീവിൽ ബെറ്റർ എന്ന് തോന്നിയ ഒരു കാര്യമാണ്. അങ്ങനെ ആൾ അത് മേടിച്ചു. അതുപോലെ തന്നെ ഓരോ വണ്ടിയുടെയും ഓരോ ആളുടെ എക്സ്പീരിയൻസ്. ഇപ്പം ആൾട്രോസിന്റെ മറ്റ് റിവ്യൂ എടുത്ത് നോക്കിയാൽ ഈ എക്സ്പീരിയൻസ് അല്ലായിരിക്കും നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും. അല്ല ഒരാൾക്ക് ബ്രേക്ക് ഡൗൺ ആയെന്ന് പറഞ്ഞാൽ എല്ലാം ബ്രേക്ക് ഡൗൺ ആവണമെന്നില്ല. ഒല ഇലക്ട്രിക്കിന്റെ എത്ര വണ്ടിയുടെ കത്തുന്ന കണ്ടു, ഇഷ്യൂസ് കണ്ടു. പക്ഷേ
20,000 30,000 ഒക്കെ ഒരു പ്രശ്നമില്ലാതെ ഓടുന്ന വണ്ടികളുണ്ട്. നമുക്കറിയാവുന്ന അതുകൊണ്ട് ജനറലൈസ് ചെയ്ത് ഒരു കാര്യവും ഒരു വണ്ടിയുടെയും പറയാനൊക്കെ ഇല്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകിച്ച് പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവരും ജനിക്കുന്ന ഒരേപോലെ പലരും പല രീതിയിൽ ജീവിക്കുന്നത്, പലരുടെ എക്സ്പീരിയൻസ്, പല ഡ്രൈവിംഗ് കണ്ടീഷൻസ് ആയിരിക്കും, പല ഡ്രൈവിംഗ് സ്റ്റൈലായിരിക്കും. സ്റ്റൈൽ. ഇപ്പൊ ഈ ജർമ്മൻ വണ്ടിയൊക്കെ എടുത്തിട്ട് ഈ BMW വോക്സ്വാഗൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവർ, ഈ സ്കോഡ വോക്സ്വാഗൻ BMW ഒന്നും യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ഞാൻ തന്നെ വോക്സ്വാഗൻ വണ്ടി യൂസ് ചെയ്തപ്പോഴത്തേക്ക് ഈ പോളോ ഒക്കെ ഓടിച്ചിട്ടുണ്ട്, പോളോ എൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ കംഫോർട്ട് വേറെ ലെവലാണ്. പക്ഷെ അതുപോലെ അതിന്റെ ബില്ലിങ് വരുമ്പോൾ സർവീസ് കോസ്റ്റ് വരുമ്പോൾ കണ്ടിട്ടില്ലേ എത്ര ലക്ഷം, എത്ര നല്ല കോസ്റ്റ് ആണ്. അറൗണ്ട് ഇപ്പം നോർമലി ഒരു വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടിയാണ് കുഴപ്പമില്ല. പക്ഷേ ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടിയൊക്കെയാണ് നമുക്ക് വോക്സ്വാഗൻ ഒന്നും ഓടില്ല. സുസുക്കിയെ പറ്റി എന്താണ് ബ്രോയുടെ അഭിപ്രായം? സുസുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിന്റെ ബോഡി ഒരു വെയിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല പവറുണ്ട്. പവറുണ്ട് നമുക്ക് ഒരു 80 ഒക്കെ കയറും, പക്ഷെ ഒരു 90-100 ഒക്കെ എത്തുമ്പോൾ നമുക്ക് ഒരു ഉൾഭയം വരും. വണ്ടി ഏറി പോകുന്ന പോലത്തെ ഒരു ഉൾഭയമൊക്കെ വരും. കോൺഫിഡൻസ് കിട്ടത്തില്ല. കോൺഫിഡൻസ് കിട്ടത്തില്ല. പക്ഷെ വണ്ടി പോകും, അങ്ങനെ മോശം പറയാനൊന്നുമില്ല. മൈലേജ് ഹൈലൈറ്റ് ആണ്. 3 വെച്ചും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മൈലേജിന്റെ കാര്യത്തിൽ അത് ഹെവിയാണ്. ഇപ്പൊ സ്വിഫ്റ്റ് ഒക്കെ പറഞ്ഞാൽ മൈലേജ് ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ ഡെയിലി യൂസിന് നടക്കില്ല. കാരണം നമ്മുടെ വണ്ടി എപ്പോഴാണെങ്കിലും തട്ടുമുട്ടൊക്കെ ചെയ്യും. തട്ടുമുട്ട ചെയ്യുമ്പോഴത്തേക്ക് ആ വണ്ടിയൊക്കെയാണ് തട്ടുമുട്ട അപ്പോൾ വർക്ക്ഷോപ്പിൽ കയറ്റാം, പിന്നെ വണ്ടി പോകാൻ അല്ലാണ്ട് വരും. ഇതാകുമ്പോൾ തട്ടുമുട്ട ചെയ്താലും ഓടിക്കണം, ജസ്റ്റ് ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വരുമായിരുന്നു. അത് നമ്മൾ കാര്യമാക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ടാറ്റയുടെ കുറേ നാളത്തെ എക്സ്പീരിയൻസ്. റെക്കമെൻഡേഷൻ എടുക്കുന്നവർക്ക് എടുക്കാം. ഈ പറഞ്ഞ പോലെ പീരിയോഡിക് സർവീസിൽ മാത്രമേ കംപ്ലൈന്റുകൾ വരത്തുള്ളൂ. ഇപ്പോൾ പലരും ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെടുത്ത പോലെ നമ്മൾ എടുക്കുന്നവന് യൂസ് ചെയ്യാം, അങ്ങനെ പ്രശ്നമൊന്നും വരത്തൊന്നുമില്ല. പിന്നെ ആൾ ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അതുപോലെ ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും. അങ്ങനെ കംപ്ലൈന്റുകളൊന്നും വരത്തില്ല, ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ വഴി കിടക്കുന്ന കംപ്ലൈന്റുകളൊന്നും വരത്തൊന്നുമില്ല. അതിപ്പോ എന്താണ് ധൈര്യമായിട്ട് പറയാം, വഴി കിടക്കുന്ന കംപ്ലൈന്റുകളൊന്നും വരത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒട്ടും മെയിൻറ്റെയിൻസ് ചെയ്യാത്തവർ, ഇപ്പൊ ഈ സഫാരിക്ക് ചീത്തപ്പേര് വന്നതെന്ന് പറഞ്ഞാൽ വണ്ടി അന്നെടുത്തവരെല്ലാം ഈ നല്ല കോസ്റ്റ് കൊടുത്ത് എടുത്ത്. സെക്കൻഡ് ഹാൻഡ് ഈ സഫാരി പോയതൊക്കെ 1 lakh 2 lakh 3 lakh റേഞ്ചുകളിലാണ് ആ വണ്ടി വിറ്റ് പോയത്. ഇപ്പൊ വില കൂടി, ഇപ്പൊ ഭയങ്കര വിലയാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ 3.5 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം ഒക്കെ ചോദിക്കുന്ന വണ്ടിക്കൊക്കെ. അന്ന് കൊടുത്തതിന്റെ പകുതി വില ഇപ്പൊ ചോദിക്കുന്നത്. നമ്മളെ ടൊയോട്ടയ്ക്കൊക്കെ ചോദിക്കുന്ന പോലെ ഇപ്പൊ ചോദിക്കുന്നത്. ഒരുപാട് അളിഞ്ഞ ചീത്ത വണ്ടികൾക്കൊക്കെയാണ് ഈ വില കുറവ് വരുന്നത്. ആ വണ്ടി എടുക്കും, എന്നിട്ട് ഈ എടുക്കുന്ന വണ്ടി മെയിൻറ്റെയിൻ ചെയ്യത്തില്ല, അതേപോലെ ഓടിക്കും. അന്നേരം വണ്ടി വഴി കിടക്കും, എന്നിട്ടൊരു വണ്ടി മോശമാണ്, വണ്ടി ചീത്തയാണ്, ഇതാണ് പറയുന്നത്. അപ്പൊ പിന്നെ മനസ്സിലായല്ലോ ആ നിലവാരം. ഇപ്പൊ ചിലപ്പോൾ ഈ സ്വിഫ്റ്റ് ഈ പറഞ്ഞ പോലെ ഓട്ടോ എടുക്കേണ്ട റേഞ്ചിൽ ചിലപ്പോൾ ഈ വണ്ടി കിട്ടും. സെക്കൻഡ് വണ്ടി ഇപ്പൊ സ്ക്രാപ്പിൽ പോലും കിട്ടും. വണ്ടി പൊളിക്കാൻ കൊടുക്കുന്ന വണ്ടി അവിടെ ചെന്ന് എടുത്തിട്ട്, എനിക്കറിയാവുന്നൊരു പേരൊന്നും ഞാൻ പറഞ്ഞ വണ്ടി എടുത്ത് പുള്ളി സ്ക്രാപ്പിൽ നിന്ന് വണ്ടി എടുത്ത്, പുള്ളി ഗ്രൂപ്പിലൊന്നും ഇല്ലാത്ത ആളാ. പുള്ളി ഇതുപോലെ പേഴ്സണൽ എന്നോട് ചോദിച്ചിട്ട് എന്നോട് വണ്ടി പ്രാന്തൻസ് പേജിൽ വണ്ടിയുടെ ഇത് കണ്ടിട്ട് കോൺടാക്ട് ചെയ്തിട്ട് വിളിച്ചാണ്. വേറൊരു പുള്ളി നമ്പർ എടുത്ത് കോൺടാക്ട് ചെയ്ത് വിളിച്ച് പുള്ളി സ്ക്രാപ്പിൽ നിന്ന് വണ്ടി എടുത്തു. സ്ക്രാപ്പിൽ നിന്ന് വണ്ടി എടുത്ത് വണ്ടി പൊളിക്കാവുന്നത് പാച്ച് വർക്ക് അതിന്റെ ഡിഫക്റ്റ് ആണെന്നാണ് സ്ക്രാപ്പുകാർ പറഞ്ഞത്. പുള്ളി നോക്കിയ വണ്ടി 6th ഓണർ വണ്ടിയാണ്. ഇതേപോലെ ഇത് ഈ എഞ്ചിനല്ല, 2.0 VTT എഞ്ചിനാണ്. പുള്ളി വണ്ടി എടുത്ത് ഏതാണ്ട് 90,000 എന്തോ വണ്ടി എടുത്തത്. അപ്പം 90,000 സഫാരി കിട്ടി എന്നുള്ള രീതിയിൽ പുള്ളി മെയിൻറ്റെയിൻസ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. കിട്ടിയ വടം ഓടിച്ചോണ്ട് നടന്ന് വണ്ടി ടൈം ബെൽറ്റ് പൊട്ടി വഴി കിടന്ന്. അപ്പോൾ ഷോറൂം എവിടെ കടയിൽ കൊടുത്തപ്പോൾ 1 ലക്ഷം രൂപ ബെൽറ്റ് മാറാൻ, ബെൽറ്റ് അല്ല എഞ്ചിൻ ഇതായി ബെൽറ്റ് പൊട്ടിയാൽ എഞ്ചിൻ മിക്സ് ആവും. ബെൽറ്റ് പൊട്ടി എഞ്ചിൻ മിക്സ് ആവും. എഞ്ചിൻ പണിയാൻ 1 ലക്ഷം രൂപ 1,20,000 രൂപ വണ്ടി നീറ്റ് ആവാൻ വേണ്ടി. പുള്ളി വണ്ടിക്ക് 90,000 ഉള്ളൂ, ഇനി 1,20,000 കൊടുത്ത് വണ്ടി പണിയണം. പുള്ളി ഒരു ഓയിൽ മാറിയിട്ടില്ല, ടൈമിംഗ് ബെൽറ്റ് മാറില്ല, വണ്ടി എടുത്ത് അവിടെ ഓടിച്ചു നടന്ന് വണ്ടി കംപ്ലൈന്റ് ആയി. എന്നിട്ട് പുള്ളി പറയും ടാറ്റയുടെ വണ്ടി കൊള്ളത്തില്ല. ഇതൊക്കെയാണ് പറയുന്നത്, പിന്നെ എന്താ പറയാനാ. അങ്ങനെ കുറെ അനുഭവങ്ങൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞാണ്. ഇപ്പൊ പറഞ്ഞ പോലെ ഇത് പേഴ്സണലല്ലോ, പക്ഷെ ആളുടെ പേരൊന്നും ഈ വീഡിയോ കണ്ടാലേ പുള്ളി പറയും. എന്നാലും പുള്ളി ഇപ്പോഴും പറയണ ടാറ്റയുടെ വണ്ടി കൊള്ളത്തില്ല എന്നാണ് പറയുന്നത്. ഇത് ഇങ്ങനെ, പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്ത പുള്ളിക്ക് മനസ്സിലായത്, എന്നാലും ഞാൻ ചെയ്തില്ല. പുള്ളി പറഞ്ഞു ആ വണ്ടി പൊളിക്കണ കടയിൽ നിന്ന് കിട്ടുന്ന വണ്ടി മെയിൻറ്റൈൻഡ് ആയിരിക്കും. പൊളിക്കാൻ കൊടുത്തതിന്റെ റീസൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാഞ്ഞിട്ടായിരിക്കും പൊളിക്കാൻ കൊടുത്തത്. എത്ര പേര് മാറി. ഫസ്റ്റ് ഓണർ എങ്ങനെ ഉപയോഗിച്ചെന്നറിയാം, സെക്കൻഡ് ഓണർ എങ്ങനെ ഉപയോഗിച്ചെന്നറിയാം. 6th ഓണറുടെ പോലും പുള്ളിക്ക് റിവ്യൂ ഇല്ല. പുള്ളിക്കടക്കാർ പറയുന്ന അറിയുള്ളൂ. പുള്ളി അവർ പറഞ്ഞ് സൂപ്പർ വണ്ടി എടുത്ത് ഉപയോഗിച്ചെന്ന് പറയും. അവർ കച്ചവടം നടക്കാനല്ലേ നോക്കത്തുള്ളൂ. അതുകൊണ്ട് ഏതായാലും കൊള്ളാം, നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ആയിരുന്നു. ടാറ്റ മാത്രം ഉപയോഗിക്കുന്ന ഒരു യൂസറിനെയാണ് നമുക്ക് ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച് ബ്രോ. നമുക്ക് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് തന്നു. ടാറ്റയുടെ മറ്റ് വണ്ടികളെ, സഫാരി മാത്രമല്ല മറ്റു വണ്ടികളുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. അതൊക്കെ പലർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസ് വീഡിയോസും വെറൈറ്റി കണ്ടൻസും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.